ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ 7ാമത്തെ പാഠമായിട്ടുള്ള പണക്കണക്കുകൾ എന്ന പാഠത്തിലെ ആദ്യത്തെ ഭാഗം നോക്കിയാലോ. അപ്പോ ഇതാ ഇവിടെ ഒരു പരസ്യം തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? ഹാൻഡ് വീവിൽ ക്രിസ്മസ് പുതുവർഷം പ്രമാണിച്ച് എല്ലാ കൈത്തറി വസ്ത്രങ്ങൾക്കും 30% വിലക്കിഴിവ്. ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇത്ര ശതമാനം ഓഫർ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ലേ. യെസ്. അപ്പോ എന്താണ് ഈ 30% വിലക്കിഴിവ്? എന്താണ് അപ്പൊ അതുകൊണ്ട് അർത്ഥമാക്കണത്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ എന്തോ ഒരു പൈസ കുറവുണ്ട്, അതാണ് അവിടെ ഓഫർ എന്നൊക്കെ പറയുന്നത്. വിലക്കിഴിവ് എന്നൊക്കെ പറഞ്ഞാൽ വിലയിലെ കിഴിവാണ് അല്ലെ, വിലയിൽ കുറവുണ്ട്, അല്ലെ അവിടെ ഓഫർ ഉണ്ട്, അത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അത് എത്രയാണ് എന്ന് അതാണ് നമ്മളിവിടെ നോക്കണേ കേട്ടോ. അപ്പോ 30% എന്ന് പറഞ്ഞാല് ഇവിടെ നോക്ക്, നമ്മൾ എപ്പോഴും 100 രൂപയുടെ അടിസ്ഥാനത്തിലാണ് പറയാ. 30% പറഞ്ഞാല് നമ്മൾ 100 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ 30 രൂപ നമുക്ക് കുറവ് കിട്ടും. മനസ്സിലായോ? നമ്മൾ 100 രൂപയ്ക്ക് അവിടെ പോയിട്ട് സാധനം വാങ്ങിച്ച്, അപ്പൊ നമ്മൾ 100 രൂപ കൊടുക്കണ്ട, പകരം എത്ര കൊടുത്താൽ മതി? 100ൽ നിന്നും 30 കുറച്ചിട്ട് ബാക്കി 70 രൂപ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ 30 രൂപ ലാഭം. അതാണ് നമുക്ക് അവിടെയുള്ള വിലക്കിഴിവ്. ഇനി നമ്മൾ 200 രൂപയ്ക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിലോ, നമ്മൾ 100 നമ്മൾ 200 രൂപയ്ക്ക് വാങ്ങിച്ചെന്ന് വിചാരിച്ചോ. അപ്പോ നമുക്ക് 200 നമുക്ക് എങ്ങനെ എഴുതാം? 100 × 2 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഈ 100 രൂപയ്ക്ക് എത്ര രൂപ കിട്ടി? 30 രൂപ കിട്ടി. ഇനി ബാക്കി ഇവിടെ × 2 ഉണ്ട്. അപ്പൊ നമുക്ക് 200 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിഴിവ് കിട്ടും? നമുക്ക് 60 രൂപ കിഴിവ് കിട്ടും. ഇനി നേരെ മറിച്ച് നമ്മള് 300 രൂപയ്ക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചോ. അപ്പൊ 300 രൂപയ്ക്കാണെങ്കിൽ 300 നമുക്ക് എങ്ങനെ എഴുതാം? 100 × 3 എന്ന് എഴുതാം അല്ലേ. അപ്പോ 100 രൂപയ്ക്ക് എത്ര കിട്ടി നമുക്ക് ഓഫർ? നമുക്ക് വിലക്കിഴിവ് 100 രൂപയ്ക്ക് 30 രൂപയാണ്. അപ്പൊ 30 × 3 നമുക്ക് 90 രൂപ അവിടെ വിലക്കിഴിവ് കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്താണ് ഈ ഓഫർ? എപ്പോഴും നമ്മൾ ഈ ശതമാനം പറയുമ്പോ അത് 100 രൂപയ്ക്ക് ഇത്ര കുറവ്, അതാണ് പറയാട്ടോ. 100 രൂപയ്ക്ക് ഇത്ര കുറവ്. അപ്പൊ നമുക്ക് ആ കുറച്ചിട്ട് ബാക്കി കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ ദാ ഇവിടെ ഇതനുസരിച്ച് പല വിലകൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ കിട്ടുന്ന കിഴിവും കൊടുക്കേണ്ട വിലയും കണക്കാക്കി ഈ പട്ടിക പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാലോ. ഓക്കെ, നോക്ക്. ഇവിടെ ആദ്യം 500 രൂപയ്ക്കാണ് നമ്മൾ സാധനം വാങ്ങിച്ചത്. 500 രൂപയുടെ സാധനം നമ്മൾ വാങ്ങിച്ചത്. പക്ഷെ നമ്മൾ 500 രൂപ കൊടുക്കണോ? വേണ്ട. നമുക്ക് അവിടെ എന്തുണ്ട്? അവിടെ 30% വിലക്കിഴിവ് നമുക്കുണ്ട് അല്ലേ. അപ്പൊ ഈ 500 പിടിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഈ 500 നമുക്ക് 500 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 5 × 100 എന്ന് എഴുതാം അല്ലേ. ഈ 100 രൂപയ്ക്ക് എത്രയാണ്? 100 രൂപയ്ക്ക് 30 രൂപ കുറവുണ്ട്. 100 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ 30 രൂപ കുറവാണ്. അപ്പൊ 500 നമ്മൾ 5 × 100 എഴുതി. അപ്പൊ 5 അതേപോലെ തന്നെ എഴുതി. 100 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ എത്ര വാങ്ങിച്ചാൽ മതി? 30 രൂപ അവിടെ കുറവുണ്ട് അല്ലേ. അപ്പൊ 5 × 30, അപ്പൊ അത് അവിടെ ചെയ്തിരുന്ന 150 രൂപ നമുക്ക് കിഴിവ് കിട്ടി. അപ്പൊ കൊടുക്കേണ്ട വില എത്രയാണ്? 500 നിന്ന് 150 കുറച്ചിട്ടേ 350 കൊടുത്താൽ മതി. അവിടെ 150 എന്താണ്? നമ്മുടെ പോക്കറ്റിൽ നമുക്ക് അവിടെ കിഴിവായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടിയതാണ്, ഓഫർ ആയിട്ട് കിട്ടിയതാണ്, വിലക്കിഴിവായിട്ട് കിട്ടിയതാണ്. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്തത് ഇത് അവിടെ 1000 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങിച്ചേ. നമ്മൾ കുറേ സാധനം വാങ്ങിച്ചു. 1000 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങിച്ചിട്ടാ. 1000 വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്ര കിഴിവ് കിട്ടുന്ന എങ്ങനെ അറിയാം? അപ്പൊ നമ്മള് ഈ 1000ത്തിന് പിടിച്ചിട്ട് 100ന്റെ ഗുണിതാക്കി മാറ്റണം. ഈ 1000 അതിനെ എങ്ങനെ ആക്കി എഴുതാം? 100 × ആക്കിയിട്ട് എഴുതണം. ശ്രദ്ധിക്കണേ. 1000ത്തിന് ആദ്യം 100 എന്ന് എഴുതി. എന്നിട്ട് എത്ര വരിക? അപ്പോ 100ല് നമുക്ക് ഈ 2 പൂജ്യം ഇങ്ങോട്ട് പോയി. ബാക്കി ഇവിടെ ആരുള്ളത്? 10 ആണ് അല്ലേ. അപ്പൊ 100 × 10 ആണ് 1000. അപ്പൊ നോക്ക്, ഇനി 100 രൂപയ്ക്ക് 100 രൂപ പറഞ്ഞാൽ അതിന് എത്ര കുറവുണ്ട്? അതിന് 30 രൂപ കുറവുണ്ട്. അപ്പൊ 30 എഴുതി. പിന്നെ ഇവിടെ എന്തുണ്ട്? 10 ഉണ്ട് അല്ലേ. അപ്പൊ 10 എന്ന് എഴുതി. അപ്പൊ 10 × 30 എത്രയായി? 300 രൂപ നമുക്ക് അവിടെ എന്ത് കിട്ടി? നമുക്ക് കിഴിവ് കിട്ടി. 300 രൂപ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ ശരിക്കും നമ്മൾ 1000ത്തിന് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 300 കുറച്ച് നമ്മൾ എത്ര കൊടുത്താൽ മതി? ബാക്കി 700 രൂപ കൊടുത്താൽ മതി. മനസ്സിലായോ എങ്ങനെ ചെയ്യാന്ന്? അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിന് നമ്മള് 100ന്റെ ഗുണിതങ്ങളാക്കി മാറ്റി എഴുതണം. ഇനിയിപ്പോ 1200 കേട്ടോ. അപ്പൊ നമുക്ക് 1200 അങ്ങനെ എങ്ങനെ ആക്കി എഴുതാം? 1200 എന്ന് പറഞ്ഞാല് നമുക്ക് 1200 100 × അതായത് നമ്മൾ 1200 മാറ്റേണ്ടത് 1200. അപ്പൊ ഇങ്ങനെ മാറ്റുന്ന ഐഡിയ പറഞ്ഞുതരാം. ഇവിടെ നോക്കി ഈ 2 പൂജ്യം ഇല്ലേ, ആ 2 പൂജ്യം 100 അങ്ങോട്ട് എടുത്തു.
ബാക്കി ഇവിടെ ആരുള്ളത് 12. യെസ്. അപ്പൊ ഇനി 100 രൂപയ്ക്ക് എത്ര കിഴിവ് കിട്ടും? 30 രൂപ. അപ്പൊ ആദ്യം 30 ഇൻറ്റു ഈ 12 ഇവിടെ ഉണ്ടല്ലേ, ആ 12 അതുപോലെ എഴുതാം. അപ്പൊ 30 ഇൻറ്റു 12 ചെയ്യണം. അപ്പൊ 30 ഇൻറ്റു 12 ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 12 ഇൻറ്റു 3 ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു 3 6, 1 ഇൻറ്റു 3 36 കിട്ടി. ഇനി അത് കൂടി ഈ നമുക്ക് ഇവിടെ 30 പൂജ്യം ഇല്ലേ, ആ പൂജ്യം ഇവിടെ ഇട്ട് കൊടുക്കണം. അപ്പൊ 360 കിട്ടി. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും 1200 രൂപക്കുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് 360 രൂപ അവിടെ എന്താണ്? അവിടെ ഡിസ്കൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? 1200 നിന്നും കുറയ്ക്കണം. എന്ത്? 360 കുറയ്ക്കണം. 0 0 പോയി 0. 0 6 പോവോ? ഇല്ല. 2 ഒന്ന് കടം ചോദിച്ചോ? ആ 2 കൊടുത്തു. അപ്പൊ 2 ഒന്ന് കൊടുക്കുമ്പോ ഇവിടെ 1 ആയി. ഈ 2 കൊടുത്ത 1 ഇവിടെ പോയിരിക്കുന്നു. ഈ 0 മേലൊക്കെ കയറിയപ്പോ ഇവിടെ 10 ആയി. 10 നിന്നും 6 പോകുമ്പോ എന്തായി? 4 കിട്ടി. ഇനി ബാക്കി ഇവിടെ ആരാ ഉള്ളത്? 1 ആണല്ലേ. 1 നിന്നും ഈ 3 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഈ 1 ഇങ്ങോട്ട് വാങ്ങിച്ചു. അപ്പൊ 11 ആയി. 11 നിന്ന് 3 പോകുമ്പോ എത്രയാണ്? 8 ആണ് അല്ലേ. 8 3 അല്ലേ 11. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 840 രൂപ കൊടുത്താൽ മതി. നമ്മൾ 1200 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ എത്ര പൈസ കൊടുത്താൽ മതി? 840 കൊടുത്താൽ മതി. ബാക്കി എന്താണ്? ഡിസ്കൗണ്ട് ആണ്. നമുക്ക് വിലക്കിഴിവ് കിട്ടിയതാണ്. മനസ്സിലായോ? ഇനി ഇതാ അടുത്ത ആള് വരുന്നു, പലിശ. നിങ്ങൾ പല സമയത്തും പലിശ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നമ്മള് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് പലിശ അല്ലെ. അപ്പൊ അതാ ഇവിടെ ഒരു പരസ്യം തന്നിട്ടുണ്ട്. സഹകരണ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപത്തിന് 9% പലിശ. എന്താണപ്പാ ഈ 9% പലിശ എന്നൊക്കെ പറഞ്ഞാല്? അപ്പോ അതാണ് ഇനി പറയാൻ പോണേ കേട്ടോ. അവിടെ നമ്മൾ എന്താണ്, നമ്മളിപ്പോ ബാങ്കിൽ പൈസ നമ്മൾ നിക്ഷേപിച്ചു. അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഇത് വെറുതെ ഇരിക്കുകയാണ്. വീട്ടിലിരുന്നിട്ട് ഉള്ള കള്ളന്മാരും കൊണ്ടായാലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടുവയ്ക്കും. ബാങ്കിൽ കൊണ്ടുവച്ചാൽ 2 കാര്യമുണ്ട്. കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ പൈസ കിട്ടും അല്ലേ. അപ്പൊ അവിടെ ഓരോ ബാങ്കിനും പലിശയുടെ നിരക്ക് പല രീതിയിലാവും. ഇപ്പൊ ഈ ബാങ്കിൽ 9% ഇവിടുത്തെ പലിശ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓരോ വർഷവും 100 രൂപയ്ക്ക് 9 രൂപ അവർ അധികം തരും. മനസ്സിലായില്ല അല്ലെ? പറഞ്ഞുതരാം. അപ്പോ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് വിചാരിക്കാം? നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആരോ തന്നതാണ് കേട്ടോ. ആ 100 രൂപ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ അടുത്ത് കൊണ്ടുപോയ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അപ്പൊ ഇതാണ് ബാങ്ക്. ഈ ബാങ്കിൽ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് 100 രൂപ കൊടുത്തു. അപ്പൊ ബാങ്കിന്റെ ആള് പറഞ്ഞു 9% ആട്ടോ കുട്ടി പലിശ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഓക്കെ സമ്മതിച്ച്. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. അതായത് നിങ്ങൾ ഇപ്പൊ 6ാം ക്ലാസ്സിലല്ലേ, 7ാം ക്ലാസ്സിലെത്തി. ഇതേ സമയം നിങ്ങൾ ബാങ്കിലോട്ട് പോയി. ഞാൻ അന്നൊരു 100 രൂപ തന്നിരുന്നില്ലേ എന്നല്ലേ ചോദിച്ചിട്ട് രേഖകളൊക്കെ നോക്കുമ്പോ അപ്പൊ നിങ്ങൾക്ക് എത്ര വരും അറിയോ? നിങ്ങൾക്ക് 109 രൂപ ബാങ്കിന്റെ മാനേജർ തരും. അപ്പൊ നിങ്ങൾ പറയും, ഇതെന്ത് മറിമായും, ഞാൻ 100 രൂപയല്ലേ തന്നുള്ളൂ, പിന്നെ എന്താ എനിക്ക് 109 രൂപ തന്നത് ചോദിക്കില്ലേ. അപ്പൊ ബാങ്കിന്റെ ആള് പറയും, ഇതാണ് പലിശ ആയിട്ട് നിനക്ക് കൂടുതൽ കിട്ടിയതാട്ടോ. അതെങ്ങനെ കണക്കാക്കുക? അതാണ് 100 രൂപ കൊടുത്താല് 9% പലിശയാണെങ്കിൽ അവിടെ 9 രൂപ നമുക്ക് കൂടുതൽ കിട്ടും. മനസ്സിലായോ? 200 രൂപ കൊടുത്താലോ അപ്പോ 2 9 കിട്ടും, 18 രൂപ കൂടുതൽ കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ പലിശ കണക്കാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഓരോ വർഷവും 100 രൂപയ്ക്ക് എത്ര കിട്ടും? 9 രൂപ നമുക്ക് പലിശയായിട്ട് കിട്ടും. അപ്പൊ ദാ ഇനി 1500, അതവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതനുസരിച്ച് 1500 രൂപ നിക്ഷേപിച്ചാൽ ഒരു വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചു കിട്ടും? അപ്പൊ നമുക്ക് കണ്ണടച്ച് പറയാലോ. എങ്ങനെ? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കുറച്ച് റിച്ചായി, 1500 രൂപയാണ് നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കേണ്ടത്. ഒരു വർഷം കഴിഞ്ഞു. എത്ര പലിശ? 9% പലിശയ്ക്കാണ് നിങ്ങൾ അവിടെ ബാങ്കിൽ അത് നിക്ഷേപിച്ചത്. അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ബാങ്കിൽ പോയി നോക്കുകയാണ്. അപ്പോ എന്ത് കിട്ടി? നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കിട്ടി. അത് എത്ര കിട്ടിയെന്ന് എങ്ങനെ അറിയാം? 100 രൂപ 100 രൂപക്ക് 100 രൂപക്ക് എത്ര കിട്ടും? 9 രൂപ പലിശ കിട്ടും. 100 രൂപ ഒരു വർഷം കഴിഞ്ഞാല്. അപ്പോ ഈ 1500 എന്ത് ചെയ്യണം? 100ന്റെ ഗുണിതാക്കി എഴുതണം. അപ്പൊ ഈ 1500 നമുക്ക് എങ്ങനെ എഴുതാം? 100 ഇൻറ്റു ഈ 2 0 ഇവിടെ പോയി. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 15 ആണ് അല്ലെ. 15. അപ്പോ 100ന് 9 ആണ്. അപ്പൊ 9 ഇൻറ്റു 15 എന്ന് വരും. അപ്പോൾ 9 ഇൻറ്റു 15 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം 15 ഇൻറ്റു 9. 15 ആണ്. 95 45 ശിഷ്ടം 4 ഒരു 9 9 9 4 13 135 എന്ന് കിട്ടി. 135 കിട്ടി. അപ്പോ
1500 നിങ്ങളവിടെ കൊടുത്തിരിക്കണല്ലേ. നിങ്ങൾക്ക് 1500 രൂപ കൊടുത്താല് അതിന്റെ കൂടെ ഈ 135 കൂടി കൂടുതൽ കിട്ടും. അപ്പൊ എങ്ങനെ കിട്ടുക? അപ്പൊ നിങ്ങൾ കൊടുത്ത 1500 അവിടെ എവിടെയും പോയിട്ടില്ല കേട്ടോ. 1500 ഇവിടെ ഉണ്ട്. 1500 പ്ലസ് അതിന്റെ കൂടെ എന്തുണ്ട്? ഈ 135 എക്സ്ട്രാ കിട്ടി. അപ്പോ 5 3 5 3 6 1635 രൂപ നിങ്ങളെ കയ്യിലോട്ടാണ് തരും. അപ്പൊ എത്രയാണ്? 9% പലിശയാണ്. അതാണ് ഇവിടെ പറയുന്നത് 1635 രൂപ കിട്ടിയത് കണ്ടോ. ഇനി അങ്ങനെ ചിലർ ഈ ബാങ്കിൽ നിക്ഷേപിച്ച തുക, അപ്പോ ഈ ബാങ്കിൽ നല്ല 9% പലിശയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഇവരൊക്കെ എന്ത് ചെയ്യും? ഈ ബാങ്കിലേക്ക് നിക്ഷേപിക്കാൻ വന്നിക്കാണ്. ഇതാണ് കുറെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേരൊക്കെ ഇവിടെ കൊടുക്കണം. ആഷ്, സുമാനി, ഹാരിക, വിഹാനാഹി ഇവരൊക്കെ കൊടുത്ത പൈസകൾ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ആഷിന്റെ എടുക്കാം. ആഷ് എത്ര രൂപയാണ് കൊടുത്തത്? ആഷ് 15,000 രൂപയാണ് അവിടെ നിക്ഷേപിച്ചത്. അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ട് ആഷിന് എത്ര പൈസ കിട്ടിയെന്നാണ് നമ്മൾ നോക്കണം പോകട്ടോ. അപ്പൊ ഇപ്പൊ ഇവിടെ നോക്കുക. അപ്പോ ആദ്യം നമ്മള് ആഷിന്റെ കാര്യം നോക്കട്ടോ. ആഷ് എത്ര രൂപയെ കൊടുത്തിരിക്കുന്നത്? 15,000 രൂപയാണ് ആഷ് നിക്ഷേപിച്ചത്. എത്ര? 9% അവിടെ പലിശ. അപ്പൊ നോക്ക്, ഈ 15,000 നമുക്ക് എന്ത് ചെയ്യണം? 9% പലിശ എന്ന് പറഞ്ഞാല് 100 രൂപയ്ക്ക് 9 രൂപ കിട്ടും. ഒരു വർഷം 100 രൂപയ്ക്ക് 9 രൂപ കിട്ടും. അപ്പൊ ഈ 15,000 ആദ്യം ഇവിടെ എന്ത് ചെയ്യണം? 100ന്റെ ഗുണിതാക്കി എഴുതണം. അപ്പൊ നമുക്ക് 100 ഇൻറ്റു 15,000 എങ്ങനെ ചെയ്യാം? ഈ 2 പൂജ്യം കണ്ടോ? ഈ 2 പൂജ്യം ഈ 2 പൂജ്യത്തിനാണ് ഒഴിവാക്കാം. ബാക്കി 150 അല്ലേ? ആ 150 അതുപോലെ എഴുതി. ഇനി നമുക്ക് 100 രൂപയ്ക്ക് 9 അപ്പൊ 9 ഇൻറ്റു 150 എന്ന് വരും. ഓക്കെ. അപ്പൊ 9 ഇൻറ്റു 150 ചെയ്യാൻ എന്ത് ചെയ്യാം? 15 ഇൻറ്റു 9 ചെയ്ത് മതി. 9 45 ശിഷ്ടം 4 9 9 9 4 3 അപ്പൊ 135 പിന്നെ 0 കൂടുമ്പോൾ 1350 എന്ന് വരും. അപ്പോ 1350 രൂപ പലിശയായിട്ടാ കിട്ടുന്നത്. അപ്പോ ഇയാൾക്ക് ഈ ആഷിന് എത്ര രൂപ കിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ട്? ആഷിന് കിട്ടുന്നത് ഈ 15,000 അതിന്റെ കൂടെ 1350 കൂടി കൂട്ടിയത്. അപ്പൊ 0 5 3 5 3 6 അപ്പൊ എത്ര കിട്ടി? 16,350 രൂപ കിട്ടി. അപ്പോ ഈ ആകാശിന് എത്ര കിട്ടി? 16,350 രൂപ. മനസ്സിലായല്ലോ? ഇനി അടുത്ത സുമ എത്രയാണ്? 25,000 രൂപയോടെ ഇട്ടത് കേട്ടോ. അപ്പൊ സുമ 25,000 രൂപ കിട്ടപ്പോ ആഷിന്റെ കഴിഞ്ഞു. ഇനി സുമയുടെ അടുത്തേക്ക് വരാം നമുക്ക്. ഓക്കെ. സുമ ബാങ്കിൽ നിക്ഷേപിച്ചത് 25,000 രൂപയാണ്. 25,000 രൂപ. എത്ര? 9% പലിശ. അപ്പൊ എന്താണ് 9% പലിശ? 100 രൂപയ്ക്ക് 9 രൂപ കിട്ടും. അപ്പൊ ആദ്യം പിടിച്ച് എന്ത് ചെയ്യണം? 25,000നെ 100ന്റെ ഗുണിതാക്കി എഴുതണം. അപ്പൊ ആദ്യം 100 ഇൻറ്റു എന്നാണ് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിലെ 2 പൂജ്യത്തിനെ ഇങ്ങോട്ട് കളയാം. ഈ 2 പൂജ്യത്തിനെ കളയാം. ബാക്കി ഇവിടെ എന്താ വരിക? 250 ആണ് അല്ലേ? യെസ്. ഇനി ഈ 100 രൂപയ്ക്ക് എത്ര രൂപയാണുള്ളത്? 9 രൂപയാണ്. അപ്പൊ 9 എന്ന് എഴുതി ഇൻറ്റു 250 അതേപോലെ തന്നെ എഴുതി. ഓക്കെ. ഇനി 250 ഇൻറ്റു 9 അപ്പൊ 25 ഇൻറ്റു 9 ചെയ്താൽ മതി. അപ്പൊ 9 5 45 5 ശിഷ്ടം 4 29 18 18 4 22. അപ്പൊ പിന്നെ ഈ 0 ഇട്ടെടുക്കുമ്പോ 2250 വരും. 2250 രൂപ പലിശയായിട്ട് കിട്ടിയതാണ്. അപ്പോ സുമയ്ക്ക് ഒരു വർഷം കഴിയുമ്പോൾ എത്ര പൈസ കിട്ടും? അതായത് ഈ 25,000 രൂപ ഉണ്ട് കേട്ടോ. ഈ 25,000 പ്ലസ് അതിന്റെ കൂടെ എന്ത് കിട്ടും? 2250 കൂടി കൂട്ടണം. അപ്പൊ 0 5 0 5 2 7 27,250 രൂപ ആർക്ക് കിട്ടി? നമ്മുടെ സുമയ്ക്ക് കിട്ടി. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ആരാണ്? നിഹാരിക. നിഹാരിക എത്രയാണ്? 37,500 രൂപയാണ് നിഹാരിക ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് നോക്കാം നിഹാരിയുടെ കേസില്. നിഹാരിക ഡെപ്പോസിറ്റ് ചെയ്ത് എത്രയാണ്? 37,500 രൂപയാണ് അവൾ ചെയ്തത്. എത്രയാണ്? 9% പലിശ. അപ്പൊ ആലോചിക്കണം 100 രൂപയ്ക്ക് 9 രൂപ കുറവ്. ഇനി എന്ത് ചെയ്യണം? 37,500 100ന്റെ ഗുണിതാക്കി എഴുതണം.
ഈസി സിമ്പിൾ ആണ്. 100 ഇൻറ്റു എന്ന് എഴുതാം ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ 2 പൂജ്യത്തിന് കളയാം. ബാക്കി എന്താണ്, 375 ഉണ്ട്. ഇനി നമുക്ക് ഈ 100 രൂപയ്ക്ക് എത്രയാണ്, ഈ 100 രൂപയ്ക്ക് 9 രൂപയാണ് അല്ലേ, ഇൻറ്റു 375 ചെയ്തു. അപ്പൊ നമുക്ക് നോക്കാം, 375 ഇൻറ്റു 9 ചെയ്ത് നോക്കാം. അപ്പോൾ 9 ഇൻറ്റു 5 45 ഇഷ്ടം 4, 9 ഇൻറ്റു 7 63, 63ഉം 4ഉം 67 7 ഇഷ്ടം 6, 9 27, 27ഉം 6ഉം 30, 27ഉം 6ഉം 33 അല്ലേ. അപ്പോൾ 3375 കിട്ടി. ഇതാണ് ഡിസ്കൗണ്ട് ഉള്ളത്. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ ഡിസ്കൗണ്ട് അല്ല എക്സ്ട്രാ കിട്ടുന്നത് പലിശയുടെ. അപ്പോൾ നിഹാരികക്ക് ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടില്ല 37,500ന്റെ കൂടെ 3375 കൂട്ടണം. അപ്പോൾ 5 0 7 5 3 8 7 3 10 ശിഷ്ടം 1 കൂട്ടി 4. അപ്പൊ 40,875 രൂപ ആർക്ക് കിട്ടി, നമ്മുടെ നിഹാരികക്ക് കിട്ടി. മനസ്സിലായോ? ഇനി അടുത്ത ആൾ ആരാണ്, അടുത്ത ആള് വിഹാൻ. വിഹാൻ 12,500 രൂപയാണ്. വിഹാൻ കുറച്ച് പൈസ കുറവാണ് അല്ലേ. അപ്പൊ 12,500 രൂപയാണ് അവന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ്ടായിരുന്നത്. അപ്പോൾ വിഹാന്റെ കേസിൽ നമുക്ക് നോക്കാം. വിഹാൻ ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയാണ്, 12,500 രൂപയാണ്. 9% പലിശ നിരക്കാണ്. 100 രൂപയ്ക്ക് 9 രൂപ കുറവ്. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം 12,500 100 ഇൻറ്റു ആക്കണം. ഈ 2 പൂജ്യത്തിന് മാറ്റിയിട്ട് 125 ആയി. ഇനി എന്ത് ചെയ്യും, 100 രൂപയ്ക്ക് 9 ആണ്, 9 ഇൻറ്റു 125 ചെയ്യണം. അപ്പൊ നമുക്ക് 125 ഇൻറ്റു 9 95 45 ശിഷ്ടം 4, ഈ 9 18 18 4 22 2 ശിഷ്ടം 2 9 9 9ഉം 2ഉം 11. അപ്പൊ 1,125 രൂപ എക്സ്ട്രാ കിട്ടി. അപ്പോ നമ്മൾ വിഹാന് എത്ര കിട്ടി, ഈ 12,500 അവൻ കൊടുത്ത പൈസ, അതിന്റെ കൂടെ എത്രയും കൂടി കിട്ടി, 1,125 രൂപ അവൻ എന്ത് ചെയ്തിട്ട് അവന് പലിശയായിട്ട് കിട്ടുകയാണ്. അപ്പൊ 5 0 2 2 6 3 13,625 രൂപയാണ് അവൻ എന്ത് കിട്ടുക, അവന് ഒരു വർഷം കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് കിട്ടുക. ഓക്കെ, ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ. അയാളുടെ പേരെന്തായിരുന്നു, അയാൾ അഹി. അപ്പൊ 22,500 രൂപയാണ് നമ്മൾ അഹി കൊടുത്തത്. അപ്പൊ നോക്കാം. അപ്പോ അഹി 22,500 രൂപയാണ് അഹിയുടെ അടുത്ത് ഉണ്ടായിരുന്നത്. 9% പലിശ, 100 രൂപയ്ക്ക് 9 കിഴിവ്. ഇനി എന്ത് ചെയ്യണം, 100 ഇൻറ്റു ഈ 0 2 ഒഴിവാക്കി, 100 2 പൂജ്യമാണ്, 2 പൂജ്യം ഒഴിവാക്കി. ബാക്കി ആരുള്ളത്, 225. 100 രൂപയ്ക്ക് 9 ആണ്, 9 ഇൻറ്റു 225 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 225 ഇൻറ്റു 9 ചെയ്യണം. അപ്പോൾ 9 5 45 ശിഷ്ടം 4, ഈ 9 18 18ഉം 4ഉം 22 2 ശിഷ്ടം 2 20 18 18ഉം 2ഉം 20. അപ്പോൾ 2025 നമ്മുടെ വർഷത്തിന്റെ പേരാണ് അല്ലേ. അവന് ഡിസ്കൗണ്ട് അവന് എക്സ്ട്രാ കിട്ടിയത്. അപ്പോൾ 22,500 രൂപ അഹി കൊടുത്തതാണ്. അതിന്റെ കൂടെ 2,025 രൂപ അവൻ എന്ത് ചെയ്തു, പലിശയായിട്ട് കിട്ടി. അപ്പൊ കൂട്ടുമ്പോൾ 5 2 5 4 2. അപ്പൊ 24,525 രൂപ എന്ത് ചെയ്തു, അവന്റെ കയ്യിലാണ് കൊടുത്തു. ബാങ്കുകാർ എന്തായിട്ട് പലിശയായിട്ട് എക്സ്ട്രാ കിട്ടി അല്ലേ. അപ്പൊ ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ വർഷം എത്ര പൈസ കിട്ടി നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ഇതേപോലെ ഇപ്പൊ നമ്മള് എന്താണ് ഇവരൊക്കെ എന്ത് ചെയ്താ, ഇവരൊക്കെ റിച്ച് ആണ്, ഇവരൊക്കെ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തവരാണ്. ഇനി നമ്മൾ പാവങ്ങൾ എന്ത് ചെയ്യും, ബാങ്കിൽ നിന്ന് കട എടുക്കൂലേ, ലോണൊക്കെ ആയിട്ട് പൈസ എടുക്കില്ലേ. യെസ്, അപ്പോ നമ്മൾ അതേപോലെ പലിശ ബാങ്കിന് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതായത് നമ്മള് ഒരു പൈസ എടുത്തു, അപ്പൊ നമ്മള് ഇപ്പൊ 9% പലിശയാണെങ്കിൽ നമ്മൾ 100 രൂപ കടെടുത്താല് 9 രൂപ നമ്മൾ എക്സ്ട്രാ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഒരു വർഷം കഴിഞ്ഞാല്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ്. ഒന്ന് നമ്മൾ ബാങ്കിൽ അവിടെ ഡെപ്പോസിറ്റ്, നമ്മൾ റിച്ച് ആണ്, നമ്മൾ കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബാങ്കിൽ കൊണ്ടായിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ബാങ്ക് തരും. ഇനി നമുക്ക് പൈസ ഒന്നുമില്ല, നമ്മൾ പാവങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടം വാങ്ങിക്കില്ല ബാങ്കിൽ നിന്ന്. അപ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിലോട്ട് ഒരു വർഷം കഴിയുമ്പോൾ ആ പലിശ അങ്ങോട്ട് നമ്മൾ പലിശയായിട്ട് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ദാ ഒരു ബാങ്കിൽ നിന്ന് കാർഷിക വായ്പ കിട്ടും. കർഷകർക്ക് ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കുമ്പോൾ 6% പലിശയും കൊടുക്കണം.
25,000 രൂപ വായ്പ വാങ്ങിയ ഒരാൾ ഒരു വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചടയ്ക്കണം? നമ്മളിപ്പോ ചെയ്ത അതേ മെത്തേഡാണ് കേട്ടോ. അയാള് എന്താണ് എത്രയാണ് 25,000 രൂപയാണ് എന്ത് ചെയ്തത് വാങ്ങിച്ചത്. എത്ര ശതമാനം പലിശയ്ക്ക്? 6% അവിടുത്തെ പലിശ നിരക്ക്. അപ്പോ 100 രൂപയ്ക്ക് ഒരു വർഷം കഴിയുമ്പോൾ 100 രൂപയ്ക്ക് അയാള് 6 രൂപ എക്സ്ട്രാ കൊടുക്കണം. അപ്പൊ ഈ 25,000 നമുക്ക് 100ന്റെ ഗുണിതാക്കി എഴുതണം. അപ്പൊ 100 × ആദ്യം എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാ? ഈ 2 0 കളയാം. അപ്പൊ ബാക്കി എന്താണ്? 250 ആണ് അല്ലെ? യെസ്. അപ്പൊ 100ന് എത്രയാണ്? 6 രൂപയാണ്. അപ്പൊ 6 × 250 എന്ന് വരും. അപ്പൊ 6 250 ചെയ്യുമ്പോൾ നമുക്ക് 25 × 6 ചെയ്താൽ മതി. ആദ്യം 25 × 6 ചെയ്യുമ്പോൾ 5 30 ശിഷ്ടം 3 2 12 12 3 15 ഈ ഒരു 0 എടുക്കുമ്പോൾ 1,500 രൂപ. അപ്പോ പാവം കർഷകന് 1,500 രൂപ എന്ത് ചെയ്യണം? എക്സ്ട്രാ പലിശയായിട്ട് കൊടുക്കണം. അപ്പോ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് ബാങ്കിലേക്ക് പോവാണ്. എന്തിന്? ഈ പൈസ തിരിച്ചടയ്ക്കാൻ പോവാണെന്ന് വിചാരിച്ചോട്ടോ. അപ്പോ ഇയാൾ എത്ര കൊടുക്കേണ്ടി വരും? അയാള് കടമെടുത്ത ഈ 25,000 രൂപന്റെ കൂടെ ഈ 1,500 രൂപ എന്ത് ചെയ്യണം? എക്സ്ട്രാ ആ ബാങ്കിന് കൊടുക്കേണ്ടി വരും. അപ്പൊ മൊത്തം 26,500 രൂപ പാവം എന്ത് ചെയ്യും? കർഷകന് ബാങ്കിലോട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും. അതായത് കുഴപ്പമില്ല, സന്തോഷമാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് സങ്കടമല്ലേ? പാവങ്ങളല്ലേ കടമെടുക്കുക. യെസ്. ഇനി ഇതാ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഈ പരസ്യം നോക്കൂ. എന്തോ നല്ലൊരു അടിപൊളി ജ്വല്ലറി ഒരു തുണിക്കടയുടെ പരസ്യമാണ് അല്ലെ? എല്ലാ വസ്ത്രങ്ങൾക്കും 25% വിലക്കുറവ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? നല്ല ഓഫർ ടൈമിലൊക്കെ നമ്മള് ആമസോണിലും അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വിലക്കുറവ് കാണാറില്ലേ? അങ്ങനെ എന്തോ ഒരു കടയാണ് കേട്ടോ. ശ്രീഷ ഈ കടയിൽ നിന്നും 3,500 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങി. ശ്രീഷ ആള് കൊള്ളാലോ അല്ലെ? 3,500 രൂപയ്ക്കാണ് വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോ ശ്രീഷ എന്തുകൊണ്ടാണ് അത്രക്ക് വാങ്ങിച്ചത്? ഇവിടെ 25% വിലക്കുറവ് കണ്ടതുകൊണ്ടാണേ. യെസ്. അപ്പോ ഇനി അവൾ എത്ര കൊടുക്കേണ്ടി വരും? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എത്രയാണ്? 25% ഇവിടത്തെ വിലക്കുറവ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാന്ന്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം വിലക്കുറവ് എത്രയാണ്? വിലക്കുറവ് 25%. ശ്രീഷ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? ശ്രീഷ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 3,500 രൂപയ്ക്കാണ് ശ്രീഷ പൈസ വാങ്ങിയത് അല്ലെ? അപ്പോ എത്ര രൂപയാണ് കൊടുക്കേണ്ടി വരുന്നതാണ്. അപ്പോ എത്രയാണ്? നമുക്ക് ആദ്യം ഡിസ്കൗണ്ട് അല്ലെ? എത്രയാണ് കിഴിവ്? എത്രയാണ് കിഴിവ് നോക്കാം അല്ലെ? അപ്പോ കുറയുന്ന തുക ഈക്വൽ ടു. അപ്പൊ നോക്ക്, 25% വിലക്കുറവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാണ്ട് 100 രൂപയ്ക്ക് വാങ്ങിയാല് 25 രൂപ ഡിസ്കൗണ്ട്. ഓക്കെ. അപ്പൊ ഈ 3,500നെ 100ന്റെ ഗുണിതാക്കി എഴുതണം. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം 100 ആദ്യം എഴുതി വെക്കാം കേട്ടോ. ഏത് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്? ആദ്യം 100 എഴുതാം. 100 × ആദ്യം എഴുതാം. എന്നിട്ട് ക്വസ്റ്റ്യൻ അല്ല ഈ 2 0 ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ 2 കളയാം. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 35 അല്ലേ? 35. അപ്പൊ 100 × 35 ആണല്ലേ നമുക്ക് കിട്ടിയത്. ഇനി 100 രൂപയ്ക്ക് എത്ര കുറവാണ്? 25 രൂപയാണ് അല്ലെ? അപ്പോ ഇവിടെ 25 × 35 വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ? അത് ഇൻറ്റു ചെയ്ത് നോക്കാം. 25 × 35 5 25 ശിഷ്ടം 2 25 10 2 12. ഇനി 3 5 15 ശിഷ്ടം 1 23 6 3 7. അപ്പൊ 5 7 8. അപ്പോ 875 രൂപയാണ് ശ്രീഷയ്ക്ക് എന്ത് ഇട്ടത്? കുറയുന്ന തുക. നമ്മൾ ആൻസർ ആയിട്ടില്ല കേട്ടോ. കുറയുന്ന തുക എത്രയാണ്? 875 ആണ്. അപ്പൊ ഇനി ശ്രീഷ കൊടുക്കേണ്ടത് എത്രയെന്ന് നോക്കട്ടെ നമുക്ക്. അപ്പോ ഇവിടെ നമുക്ക് എഴുതാം. ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ശ്രീഷ കൊടുക്കേണ്ട തുക എത്രയാണ്? 3,500 വാങ്ങിച്ചിട്ട് അതിൽ നിന്നും 875 കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ ദാ 0 നിന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. തിരിച്ച് ഇവിടെ നിന്ന് ചോദിച്ചു കടം ഇവിടെ കൊടുക്കാണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഇപ്പുറത്തേക്ക് പോയി 5 ഒന്ന് കൊടുക്കുമ്പോ 5 ഇവിടേക്ക് 4 ആയി.
ആ ഒന്ന് ഇവിടെ കൊടുക്കുമ്പോ ആ ഒന്ന് ഇവിടെ കയറിയിരിക്കണ്ടേ, ഈ 5 കൊടുത്ത 1, അപ്പൊ ഈ 0 ഇങ്ങോട്ട് കയറുന്നു, അപ്പൊ ഇവിടെ 10 ആയി. ഈ 10 വീണ്ടും 1 ഇയാൾക്ക് കൊടുക്കുകയാണ്, അപ്പൊ ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. അപ്പൊ 10 5 5, 9 7 2, 4 8 ഇല്ല, ഈ 3 ഇങ്ങോട്ട് കൊടുത്തു 14. 14 പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് 8 കുറയ്ക്കണം അല്ലെ. അപ്പൊ ഇവിടെ 6 ആയി, പിന്നെ 3 ഇവിടെ, പിന്നെ എത്രയാണ് ഇവിടെ 2 ഉള്ളൂ. അപ്പൊ 2625 രൂപ കൊടുത്താൽ മതി. ആര്? നമ്മുടെ ശ്രീഷ. ഇത്രയും 2625 രൂപ. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ഏഞ്ചലോ ടോമി, അപ്പൊ സൂപ്പർ പേരാണല്ലോ അല്ലെ. ഏഞ്ചലോ ടോമി ഒരു ബാങ്കിൽ നിന്ന് 45,000 രൂപ കടമെടുത്തു. 12% പലിശ നിരക്ക്. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം? അപ്പൊ നമുക്ക് നോക്കാം. കടമെടുത്തത് 45,000 രൂപയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. നമുക്ക് പറയാം, കടമെടുത്ത തുക ഈക്വൽ ടു 45,000. ഇനി അവിടുത്തെ പലിശ എത്രയാണ്? 12% പലിശ നമ്മളോട് പറഞ്ഞത് അല്ലേ. ഓക്കെ, ഇനി ഒരു വർഷം കഴിയുമ്പോൾ എത്ര പൈസ കൊടുക്കണം നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം, പലിശ വരുമ്പോൾ തുക എത്രയും നോക്കാം. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ എന്താണ് 12% പലിശ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കണം, 100 രൂപയ്ക്ക് അയാള് 12 രൂപ പലിശയായിട്ട് കൊടുക്കണം. അപ്പൊ ഈ 45,000 നമുക്ക് എന്ത് ചെയ്യണം, 100ന്റെ ഗുണിതാക്കി എഴുതണം. അപ്പൊ നമുക്ക് 100 ഇൻറ്റു എന്ത് ചെയ്യാം, ഈ 2 0 കളയാം, ബാക്കി എന്താണ് 450 അല്ലെ. അപ്പൊ 450 എന്ന് വരും. 100 രൂപയ്ക്ക് 12 ആണ്, അപ്പൊ 12 ഇൻറ്റു 450 എന്ന് വന്നു. ഓക്കെ, അപ്പോ നമുക്ക് ചെയ്യാം, ഈ 0 ഇവിടെ ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് 45 ഇൻറ്റു 12, 12 ഇൻറ്റു 45 ചെയ്യാം. 12 ഇൻറ്റു 45, 2 10, ശിഷ്ടം 1, 1 5 5 1 6, ഇനി 24 8, 1 4 4, 0 6 8 6 14, ശിഷ്ടം 1, അപ്പൊ 540. അപ്പൊ ഇവിടെ 540, അതായത് 5,400 രൂപ എന്ത് ചെയ്യണം, ഇയാളെ പലിശയായിട്ട് കൊടുക്കണം. അപ്പോ ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടക്കേണ്ട പൈസ എത്ര നോക്കാം നമുക്ക്. അപ്പോ വായിക്കുന്നുണ്ട്, നമുക്കിവിടെ എഴുതാം. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചടക്കേണ്ട തുക എത്രയാണ്? നമ്മുടെ ഈ 45,000ന്റെ കൂടെ എന്ത് ചെയ്യണം, ഈ 5,400 കൂട്ടണം. 5,400 കൂട്ടണം. അപ്പൊ 0 0 4 5 5 10 10, 0 ഇവിടെ ശിഷ്ടം 1, അപ്പൊ 5. അപ്പോ 45,000 രൂപ കടെടുത്ത ആള് തിരിച്ചടക്കേണ്ട രൂപ എത്രയാണ്? 50,400 രൂപ അയാൾ എന്ത് ചെയ്യണം, തിരിച്ച് അവിടെ അടയ്ക്കണം. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ചോദ്യം, മൂന്നാമത്തത്, മേഹുൽ, അതെന്ത് പേരാ അല്ലെ. രാഹുലൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ മേഹുൽ ആദ്യമായിട്ടാണ് കേൾക്കണേ. നല്ല അടിപൊളി പേരുകളാണ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലെ അല്ലേ. അപ്പൊ മേഹുൽ ഓരോ മാസവും വരുമാനത്തിന്റെ 8% ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നുണ്ട്. നല്ല ആളാണ് മേഹുൽ അല്ലെ. മേഹുല് കിട്ടുന്ന വരുമാനം, ഓരോ മാസവും കിട്ടുന്ന ശമ്പളം അല്ലേ, അതിന് 8% എങ്ങോട്ടേലും സംഭാവന കൊടുക്കുന്നുണ്ട്. ഈ മാസം മേഹുലിന്റെ വരുമാനം 75,000 രൂപയാണ്. മേഹുലിന് ഒരു മാസം, ഈ മാസം എത്ര രൂപ കിട്ടി? 75,000 രൂപ കിട്ടി. അതിൽ എത്ര രൂപയാണ് സംഭാവനയായി കൊടുക്കുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. ഓരോ മാസവും എത്ര ശതമാനം കൊടുക്കണ്ടേ? 8% സംഭാവന കൊടുക്കണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എഴുതാം, സംഭാവന കൊടുക്കുന്നത് എത്ര ശതമാനമാണ്? 8%. 8%. അപ്പോ ഈ മേഹുലിന്റെ ഈ മാസത്തെ വരുമാനം
ഈ മാസത്തെ വരുമാനം എത്രയാണ്? 75,000 അല്ലേ? അപ്പോ കുറെ എഴുതുന്നല്ലോ. 75,000. ഇനി എത്ര രൂപയാണ് ഈ മാസം കൊടുക്കേണ്ടത് നോക്കുമ്പോൾ 77-ന്റെ 8% കാണാം. അതായത് 8% കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 100 രൂപയ്ക്ക് 8 രൂപ കൊടുക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 77 100ന്റെ ഗുണിതാക്കി മാറ്റണം ആദ്യം. അപ്പോ 100 × ആദ്യം എഴുതിക്കാം. എന്നിട്ട് ഈ 2 0 കളയാം. ബാക്കി എന്താണ് വരിക? 750 വരും. ഇനി 100 രൂപയ്ക്ക് എത്ര രൂപയാണ് കൊടുക്കണത്? 100 രൂപ കിട്ടിയാൽ 8 രൂപ കൊടുക്കണം. അപ്പൊ 8 × 750 ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം? ആൻസറിൽ ആദ്യം ഈ 0 ഇട്ട് വയ്ക്കാം. എന്നിട്ട് 75 ബാക്കി 75 × 8 ചെയ്യാം. അല്ലെങ്കിൽ 750 × 8 ചെയ്താലും മതി. ഒന്നും കൂടി നമുക്ക് സുഖം ഇങ്ങനെയാണ്. അപ്പോൾ 8 5 40, ശിഷ്ടം 4, 7 8 56, 56 4 60. അപ്പോ 600 ഇവിടെ എഴുതാം. അപ്പോ 6000 രൂപയാണ് ഈ മാസം എന്ത് ചെയ്യേണ്ടത്? എന്താണ് സംഭാവന കൊടുക്കുന്നത്. അപ്പൊ ഈ മാസം കൊടുക്കുന്നത്, ഈ മാസം സംഭാവന കൊടുക്കുന്ന തുക ഈക്വൽ ടു 6000 രൂപ എന്ന് കൂടി എഴുതാട്ടോ. അപ്പൊ ആൻസർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. യൂജിൻ എല്ലാ മാസവും വരുമാനത്തിന്റെ 15% മിച്ചം വെക്കുന്നുണ്ട്. യൂജിനെ നല്ല എന്താ പറയാ, ഭാവിയൊക്കെ നല്ല എന്താണ് സ്വപ്നം കാണാനാണ്. എനിക്ക് ഭാവിയിലോട്ട് ഇത്ര എല്ലാം ഞാൻ ചെലവഴിച്ച് കഴിക്കില്ല, എനിക്ക് കിട്ടുന്ന പൈസയില് 15% രൂപ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എടുത്തു വെക്കും, മിച്ചം വെക്കുന്നുണ്ട്. യൂജിന്റെ ജനുവരി മാസത്തെ വരുമാനം 64,000 രൂപയാണ്. അതിൽ എത്ര രൂപ മിച്ചം വയ്ക്കും? അതായത് 15% എന്ത് ചെയ്യും? യൂജിൻ മിച്ചം വെക്കുന്നുണ്ട്. അതിൽ ഈ മാസത്തെ നമുക്ക് തന്നിട്ടുണ്ട്. ജനുവരി മാസത്തില് 64,000 രൂപയാണ്. അപ്പൊ ആ മാസം എത്രയാണ് മിച്ചം വെക്കാന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം മിച്ചം വെക്കുന്നത് എത്ര ശതമാനാണ്? മിച്ചം വെക്കുന്നത് 15%. ഇനി ജനുവരി മാസത്തെ വരുമാനം, എത്രയാണ് ജനുവരി മാസം കിട്ടിയത്? 64,000 രൂപയാണ് അല്ലേ? ഓക്കെ, ഇനി ജനുവരി മാസം മിച്ചം വെക്കുന്നത്, ജനുവരിയിൽ മിച്ചം വെക്കുന്ന തുക ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇതിന്റെ 15%. അപ്പൊ എന്താ ആലോചിക്കണം? 15% എന്ന് പറഞ്ഞാല് 100 രൂപയ്ക്ക് 15 രൂപ മിച്ചം വെക്കും. 100 രൂപ കിട്ടിയെന്ന് വിചാരിച്ചോ അവന്റെ കയ്യില്, അവൻ അതിൽ 15 രൂപ മിച്ചം വെക്കും. അപ്പൊ 64,000 രൂപ കിട്ടിയാൽ എത്ര മിച്ചം വെക്കുന്നതാണ് ക്വസ്റ്റ്യൻ. യെസ്, അപ്പൊ 64,000 എന്ത് ചെയ്യണം? 100ന്റെ ഗുണിതാക്കി എഴുതണം. അപ്പൊ ആദ്യം അവിടെ 100 × എഴുതി. എന്നിട്ട് ഈ 2 0 കളഞ്ഞു. അപ്പൊ ബാക്കി എന്താണ്? 640 അല്ലേ? അപ്പൊ 640 എന്ന് വന്നു. ഇനി ഈ 100 രൂപയ്ക്ക് ഇത്രയാണ് 15 ആണ് അല്ലേ? അപ്പൊ നമുക്ക് 15 × 640 എന്ന് വന്നു. ഇനി നോക്കി, ഈ 640 0 ആദ്യം ഇടാം. ഇനി 64 × 15 ചെയ്താൽ മതി. നമുക്ക് നോക്കാം. 15 × 64 ചെയ്യാം. അപ്പൊ 4 20, ശിഷ്ടം 2, 1 4 4, 4 2 6. ഇനി ഇതാ ഇങ്ങോട്ട് 5 30, ശിഷ്ടം 3, 1 6 6 3 9. അപ്പൊ 0 6 960. അപ്പൊ നമുക്ക് എന്താ പറയാ? 960. അപ്പോ എന്താണ് ഈ മാസം മിച്ചം വെക്കുന്ന തുക എന്താണ്? ജനുവരിയിൽ മിച്ചം വെക്കുന്ന തുക എത്രയാണ്? ഇതാണ് 9,600 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? അവന് ഈ മാസം മിച്ചം വെക്കാൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അത്
ടെലിവിഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അടുത്ത മാസം മുതൽ 5% വില കുറയ്ക്കാൻ തീരുമാനിച്ചു. ആ ടിവിന്റെ കമ്പനി ആട്ടോ. അപ്പൊ അവര് വിചാരിച്ചു, കുറച്ച് ഓഫറൊക്കെ കൊടുക്കാം, ഒരു 5% വില കുറച്ച് കൊടുക്കാം, പാവങ്ങളല്ലേ, ഇങ്ങനെ ടി വി വാങ്ങിച്ചു കൊണ്ടുപോയിക്കോട്ടെ, തീർച്ചയായിട്ടും കച്ചവടം കൂട്ടാൻ വേണ്ടിട്ട് അവര് ഓഫർ കൊടുക്കുകയാണ്. ഇപ്പോൾ 45,000 രൂപ വിലയുള്ള ടെലിവിഷന് അടുത്ത മാസം എന്ത് വിലയാകും? ഓക്കെ, അവര് ശരിക്കും ഇപ്പൊ വിൽക്കുന്നത് 45,000 രൂപയ്ക്കാണ് ആ ടിവിയുടെ വില. അവരെന്ത് ചെയ്തു, ആ ആൾക്കാര് കുറച്ച് ടി വിക്ക് നന്നായിട്ട് കാണട്ടെ കൊണ്ട് വിചാരിച്ചിട്ട് 5% വില കുറയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വില കുറയുമല്ലോ. യെസ്. അപ്പോ അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം എത്ര രൂപയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം, വില കുറയ്ക്കുന്നത് എത്ര ശതമാനാണ്? 5% വില കുറയ്ക്കുന്നത്. ഇനി ഇപ്പോഴത്തെ വില നോക്കാം. ഇപ്പോൾ ടെലിവിഷൻ, ടിവിന് എഴുതാം കേട്ടോ, ടെലിവിഷൻ വേണം എഴുതാം. ടിവിയുടെ വില എത്രയാണ്? 45,000 അല്ലേ? 45,000 പറഞ്ഞു. ഇനി അടുത്ത മാസം ടിവിയുടെ വില എന്ത് ചെയ്യും? 15%, 5% കുറയും. അതായത് 100 രൂപയ്ക്ക് 5 രൂപ കുറയും. അപ്പോ എന്ത് ചെയ്യണം? ആദ്യം ഇതിനെ 100ന്റെ ഗുണിതാക്കി എഴുതണം. അപ്പൊ ആദ്യം 100 ഇൻറ്റു എന്ന് എഴുതിക്കാം. എന്നിട്ട് ഇതിത്തെ ഈ 2 പൂജ്യത്തിനെ ഇങ്ങോട്ട് മാറ്റാം. ബാക്കി എന്താണ്? 450 ആണ് അല്ലെ? ആ 450 അതുപോലെ എഴുതി. ഇനി 100 രൂപയ്ക്ക് എത്ര കുറയാ? 5 ആണ്. അപ്പൊ 5 ഇൻറ്റു 450 എന്ന് വന്നു. അപ്പോ നമുക്ക് നോക്കാം. 5 ഇൻറ്റു 400, ആദ്യം 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് 45 ഇൻറ്റു 5 ചെയ്താൽ മതി കേട്ടോ. അപ്പോ 45 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 5 25, ശിഷ്ടം 2, 14 20, 22 22. അപ്പോ 2250 രൂപ എന്താണ്? ഇത്രയും കുറയും. ഇത്രയും രൂപ കുറയും. അപ്പോ അടുത്ത മാസം ടിവിയുടെ വില എന്താവും? ശരിക്കും എന്താണ്? 45,000 ആയിരുന്നു. അതിൽ നിന്നും എത്ര കുറയും? ഡിസ്കൗണ്ട് 2250 രൂപ കുറച്ച് കിട്ടും. അപ്പോ 0.5 ഇത് എഴുതുമ്പോൾ നേരെ ശ്രദ്ധിച്ച് എഴുതണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും. ആദ്യം 45,000 എഴുതാം, കുറച്ച് വലുതാക്കി എഴുതിയിട്ട് വിട്ട് കുറച്ച് എഴുതാം. അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഇനി 2250. അപ്പോൾ 2250 ഓരോന്നിന് താഴെ തന്നെ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ചെയ്യുമ്പോൾ ഡൗട്ട് വരും. 0 0 0 5 പോവോ? ഇല്ല. ഇങ്ങോട്ട് കടം വെച്ച് ഇവിടെ കൊടുക്കാണ്ടോ? ഇല്ല. അപ്പുറത്തെ വീട്ടിക്ക് പോയി, അപ്പുറത്തെ വീട്ടിൽ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 5 ഇവിടെ 4 ആയി. ഇവിടെ 1 ഇവിടേക്ക് കൊടുക്കും, ഇവിടേക്ക് ആൾക്കാർ കൊടുക്കാൻ പറ്റുള്ളൂ. അയാളോടെ എന്താ? ഈ 10 ആയി. ഈ 10 1 ഇങ്ങോട്ട് കൊടുത്തു, അപ്പൊ ഇവിടെ 9 ആയി. അപ്പൊ ഇവിടെ എന്താ ചെയ്യാ? 1 ഇവിടെ കഴിയുമ്പോൾ ഇവിടെ 10 ആയി. ആ 10 വീണ്ടും ഇയാൾക്ക് ഇങ്ങോട്ട് കൊടുത്തു, അപ്പൊ ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. ഇനി 10 അയ്യോ സോറി, ഇവിടേക്ക് വേണ്ടല്ലോ, ഇതുവരെ മതി, ഇയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 10 ഇതുവരെ മതി, ഇവിടെ 10. 10 5 പോയപ്പോ 5, 9 2 പോയപ്പോ 7, 4 2 പോയപ്പോ 2, പിന്നെ എന്താണ്? ഇവിടെ 4. അപ്പോ 42,750 രൂപയാണ് അടുത്ത മാസം ടിവിയുടെ വില. എത്രയാണ് അടുത്ത മാസം ടിവിയുടെ വില എന്ന് എഴുതിയിട്ട്, ഇത് ഡിസ്കൗണ്ട് ആട്ടോ, ഇത് കുറയുന്ന പൈസയാണ്, ഇതല്ല. അത് കഴിഞ്ഞിട്ട് കിട്ടിയെന്ന് ഇത് കുറയ്ക്കണം. അപ്പൊ ഇത്രയും രൂപയാണ് അടുത്ത മാസം ടിവിയുടെ വില. 45,000 ഉണ്ടായിരുന്നത് 42,750 രൂപയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്തത്, കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനി അടുത്ത മാസം മുതൽ 2% വില കൂട്ടാൻ തീരുമാനിച്ചു. കാറിന്റെ കമ്പനിയാണ് കേട്ടോ. അപ്പൊ അവരെന്ത് ചെയ്തു? അവരിത് കുറച്ചുകൂടി വില കൂട്ടാം, കുറച്ചും കൂടി എന്താണ് നഷ്ടത്തിലാണ്, കുറച്ച് നമുക്കൊന്ന് ലാഭം ഉണ്ടാക്കണം, കുറച്ച് വില കൂട്ടാം. ഇത്രയും കൂട്ടണത്? കുറച്ച് വില കൂട്ടണ എത്രയുള്ളൂ? ആകെ 2% കൂട്ടണുള്ളൂ എന്നാ പറയണത്. അപ്പോ ഇപ്പോൾ ആ കാറിന്റെ വില എത്രയാണ് അറിയോ? അത് എത്രയാണ്? 1, 10, 100, 1000, 10,000, ലക്ഷം. 5,60,000 രൂപയാണ് ഇപ്പൊ ആ കാറുള്ളത്. അതിന് അടുത്ത മാസം എത്ര രൂപയായിരിക്കും എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ
ആദ്യം കൂട്ടുന്നത്, വില കൂട്ടുന്നത് എത്ര നോക്കാം. വില കൂട്ടുന്നത് എത്ര ശതമാനമാണ്? 2%. ഇപ്പോഴുള്ള വില, ഇപ്പോൾ കാറിന്റെ വില എത്രയാണ് വരുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 5,60,60,000 അല്ല എന്നത്. 5 6 എന്നിട്ട് പിന്നെ 4 0 1 2 3 4. ഇതാണ് ഇപ്പത്തെ ഇത്രയും രൂപയാണ്. ഇനി എത്രയാണ് കൂടുന്ന പൈസ? കൂടുന്ന തുക നമുക്ക് എഴുതാം. കൂടുന്ന തുക. അപ്പൊ ഇങ്ങനെ നോക്കാം. നമുക്ക് 2% പലിശ എന്ന് പറഞ്ഞാല് 100 രൂപയ്ക്ക് 2 രൂപ കൂടും. 100 രൂപക്ക് 2 രൂപ കൂടും. അപ്പൊ എന്ത് ചെയ്യണം? ഇതിനെ 100ന്റെ ഗുണിതാക്കി എഴുതണം. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം 100 ഇൻറ്റു, എന്നിട്ട് എന്ത് ഈ 2 0 കളയാം. ബാക്കി എന്താണ്? 5,600 വരും അല്ലേ? 5,600. ഇനി 100 രൂപയ്ക്ക് എത്രയാണ്? 2 ആണ്. അപ്പൊ 2 ഇൻറ്റു 5,600 എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനങ്ങട് ഇൻറ്റു ചെയ്യണം. അപ്പോ ഈ 2 0 ആദ്യം ഇട്ടെടുക്കുക. 56 ഇൻറ്റു 2 ചെയ്താൽ മതി. 56 ഇൻറ്റു 2, 26 12, ശിഷ്ടം 1, 25 10 3 11. അപ്പോ ഇവിടെ 112. അപ്പൊ ഇത്രയും രൂപ എന്തിന്റെ കൂടുന്നുണ്ട്? അപ്പോ 11,200 രൂപയാണ് കൂടുന്നത്. അപ്പൊ ഇനി അടുത്തത് എന്താ? നമുക്ക് എത്ര ഒരു വർഷം അടുത്ത മാസമാണോ? എന്താണ് നോക്കട്ടെ. അടുത്ത മാസം. അപ്പോൾ അടുത്ത മാസം കാറിന്റെ വില എന്ന് എഴുതണം. അപ്പോ അടുത്ത മാസം കാറിന്റെ വില എന്ത് ചെയ്യണ്ട? ആദ്യമുള്ള 5,60,60,000 അല്ലേ? അതിന്റെ കൂടെ ഇതും കൂടി കൂടും. 11,200 കൂടി കൂടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിന് കൂട്ടി നോക്കണം. അപ്പൊ കൂട്ടി നോക്കാൻ ആദ്യം എന്ത് എഴുതാം? ആദ്യം 5 6 പിന്നെ 1 2 3 4 ഇങ്ങനെ പൂജ്യങ്ങൾ ഇടാം. എന്നിട്ട് അതിന്റെ കൂടെ 2 0 പിന്നെ ഒരു 2 പിന്നെ 2 1. എത്രയാണ് അവിടെ കൂടുന്നത് പൈസ? അപ്പൊ എങ്ങനെ വരും? 0 0 2 1 7 5. അപ്പോ ശരിക്കും ഉണ്ടായിരുന്നത് എത്രയാണ്? 5,60,60,000 ഉള്ളത് 5,71,200 രൂപയാകെ 2% കൂട്ടിയിട്ടുള്ളൂ. പക്ഷെ വലിയ സംഖ്യ ആയതുകൊണ്ട് കുറച്ച് വലിയ നമ്പർ ആയില്ലേ? അപ്പോൾ അടുത്ത മാസം കാറിന്റെ വില എന്തായിരിക്കും? ഇത് ഈക്വൽ ടു 5,71,200 രൂപ. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യാന്ന്? ആദ്യം എന്ത് ചെയ്യുക? എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ 100ന്റെ ഗുണിതങ്ങളാക്കിയ പിന്നെ കാര്യം സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, 5 രൂപ അവിടെ എന്താണ്? നമുക്ക് ലാഭമാണ് അല്ലെ? 25 രൂപ അവിടെ ഡിസ്കൗണ്ട് ആണ്, അവിടെ വില കിഴവാണ്. അപ്പൊ നമ്മൾ 100 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ എത്ര കൊടുത്താൽ മതി? അത് 25 കുറച്ചിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പോ 200 രൂപയ്ക്കാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താ? നമുക്ക് 2 ഇൻറ്റു 100 അങ്ങനെ എഴുതാം. അപ്പോ 100 രൂപയ്ക്ക് 25 രൂപ. അപ്പൊ 2 ഇൻറ്റു 25 50. അപ്പൊ 50 രൂപ അവിടെ എന്താണ്? നമുക്ക് വിലക്കിഴിവ് കിട്ടും അല്ലെ? അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ശതമാന കണക്കാണ്. അപ്പൊ ഇവിടെ വസ്ത്രങ്ങൾക്ക് 30% വിലക്കിഴിവ് കൊടുക്കുന്ന കടയിൽ നിന്നും 450 രൂപയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ എത്ര രൂപ കിഴിവ് കിട്ടും? ഇതാണ് ചോദ്യം. അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോ ഇവിടെ നോക്കട്ടോ. അപ്പോ ഇവിടെ ഈ ആള് വാങ്ങിച്ചത് 450 രൂപയ്ക്കാണ് സാധനം വാങ്ങിച്ചത്. അവിടെ എത്രയാണ് ഓഫർ? അവിടെ വിലക്കിഴിവ് 30% വിലക്കിഴിവ്. അപ്പോ 30% എന്ന് കാണുമ്പോഴേ അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം എന്താണ്? 100 രൂപയ്ക്ക് അയാൾ സാധനം വാങ്ങിക്കുമ്പോൾ അവിടെ 30 രൂപയാണ് അയാൾക്ക് കുറവായിട്ട് കിട്ടുക. അത് ആദ്യം ഓർത്തു വെക്കാം. എന്നിട്ട് ഇനി എത്ര രൂപയ്ക്കാ വാങ്ങിച്ചത്? 450 രൂപയ്ക്കാണ്. അയ്യോ, 450 നമ്മൾ എങ്ങനെ ചെയ്യും? അതായത് ഇവിടെ 400 ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യായിരുന്നു അല്ലെ? 450 ആണേ. ഇവിടെ 400 ആണെങ്കിൽ നമുക്ക് 400 എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 100 എന്ന് എഴുതാം. 4 ഇൻറ്റു 100, 100ന്റെ എത്ര രൂപയാണ്? 30 രൂപ കുറവ്. അപ്പൊ 4 ഇൻറ്റു 30 120 രൂപയെന്ന് കിട്ടും 400 രൂപയ്ക്കാണെങ്കിൽ. പക്ഷെ അയാളെ 450 രൂപയ്ക്കാ വാങ്ങിയത്. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പോ ഈ 400 രൂപയുടെ നമുക്ക് മനസ്സിലായി. 450 നമുക്ക് എങ്ങനെ എഴുതാം? 400 പ്ലസ് 50 എന്ന് എഴുതി കൂടെ എഴുതാം. അപ്പൊ ഈ 400 രൂപയ്ക്ക് നമുക്ക് കുറവ് കിട്ടുക 120 രൂപയാണ് അല്ലെ?
ഇനി 50 രൂപ ഉണ്ട്. ഈ 50 രൂപയ്ക്ക് എത്ര കുറവ് കിട്ടുക അത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കുക, 100 രൂപയ്ക്ക് അയാൾ സാധനം വാങ്ങിച്ചപ്പോ 30 രൂപ കുറവ് കിട്ടി. എന്താണ്? 100 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചപ്പോ 30 രൂപ കുറവ്. 100ന്റെ പകുതി അല്ലേ 50? അതായത് 100നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 50 കിട്ടുക അല്ലെ? അപ്പൊ ഇവിടെ എഴുതാം 100നെ 100/2 ആണ് 50. അപ്പൊ ഇവിടെ പകുതിയാണെങ്കിൽ ഇവിടെയും പകുതിയാവും. അപ്പൊ 30/2 പറഞ്ഞ എത്രയാണ്? 30ന്റെ പകുതി 15ആണ്. അപ്പൊ 50 രൂപയ്ക്ക് 50 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് ഡിസ്കൗണ്ട് കിട്ടുക, വിലക്കിഴിവ് കിട്ടുക? 15 രൂപ. അപ്പോ 400 രൂപയ്ക്ക് 120 രൂപയും 50 രൂപയ്ക്ക് അതിന്റെ കൂടെ ഒരു 15 രൂപയും കൂടി എന്ത് കിട്ടി? ഡിസ്കൗണ്ട്, വിലക്കിഴിവ് കിട്ടി. അപ്പൊ ആകെ മൊത്തം ടോട്ടൽ 120ഉം 15 കൂടി കൂട്ടുക. അപ്പൊ എത്ര വന്നു? 135 രൂപ. അപ്പോ അയാൾക്ക് 135 രൂപ അദ്ദേഹത്തിന് ആ വാങ്ങിച്ച വസ്ത്രം വാങ്ങിക്കാൻ പോയ ആൾക്ക് എന്ത് കിട്ടി? ഡിസ്കൗണ്ട് കിട്ടി. അപ്പൊ അയാൾ 450 രൂപയ്ക്കാണ് അയാൾ സാധനം വാങ്ങിച്ചത്. അയാൾ കുറെ ഷർട്ടും അല്ലെങ്കിൽ അയാൾ പാന്റോ ചുരിദാറൊക്കെ വാങ്ങിച്ച് അപ്പൊ പൈസ ചോദിച്ചപ്പോ 450 രൂപയായി എന്ന് പറയും. അപ്പൊ അതാണ് 30% വിലക്കിഴിവ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്ര തന്നാ മതി എന്ന് കടക്കാരൻ പറയും. അപ്പൊ എത്രയാണ്? ഇതിന്ന് 135 അങ്ങോട്ട് കുറയ്ക്കാം. 10 പോകുമ്പോ 5, ഇവിടെ 4, 4 3 പോകുമ്പോ 1, 3 പോകുമ്പോ 4 പോകുമ്പോ 3. അപ്പൊ അയാള് എത്ര രൂപ കൊടുക്കേണ്ടി വരും? 315 രൂപ കൊടുത്താൽ മതി. 450 രൂപയ്ക്ക് സാധനം വാങ്ങിച്ച ആള് 315 രൂപ മാത്രം കൊടുത്താൽ മതി. പറഞ്ഞത് മനസ്സിലായോ? അപ്പോ ഇനിതാ ഇനി അടുത്ത ചോദ്യം കേട്ടോ. അപ്പൊ അയാളെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? 450 രൂപയുടെ കേസാണ്. അപ്പൊ അയാള് 475 രൂപയ്ക്ക് വാങ്ങിച്ചാലോ? അപ്പൊ എന്താ ചെയ്യാ? അയാൾക്ക് തോന്നി കുറച്ച് സാമ്പിൾ വാങ്ങിക്കണം, ഓഫറൊക്കെ ഉള്ള അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടുതൽ വാങ്ങിക്കാൻ അയാൾക്ക് തോന്നി എന്ന് വിചാരിക്കാം. അപ്പൊ അയാൾ എന്ത് ചെയ്തു? 475 വാങ്ങിച്ചു. അപ്പൊ അയാൾക്ക് എത്രയായിരിക്കും കുറവുണ്ടാവുക നമുക്ക് നോക്കണം. അപ്പൊ നമുക്കറിയാം 475 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചപ്പോ 135 രൂപയാണ് കുറവ് കിട്ടിയത് അല്ലേ. ഇനി 450 ആട്ടോ, 475 അല്ല. അയാൾ ആദ്യം വാങ്ങിച്ചത് 450 അപ്പൊ 450 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചപ്പോ 135 രൂപ അദ്ദേഹത്തിന് ഓഫർ കിട്ടി, വിലക്കിഴിവ് കിട്ടി. ഇനി അദ്ദേഹം 475 വാങ്ങിക്കാന്ന് പറഞ്ഞാല് ഈ 450 കൂടെ എത്രയും കൂടി കൂട്ടി? 450ന്റെ കൂടെ 25 രൂപ വീണ്ടും കൂട്ടി. അപ്പോ ഈ 450 രൂപയുടെ ഡിസ്കൗണ്ട് 135 നമുക്കറിയാം. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? ഈ 25 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടും, എത്ര വിലക്കിഴിവ് കിട്ടും അല്ലെ? നമുക്ക് നോക്കാം. ഒരു കുഴപ്പമില്ല, ഈസിയാണ്. നമുക്കറിയാം 100 രൂപയ്ക്ക് 30 രൂപ. ഇനി 100ന്റെ പകുതിയാണ് 50 അല്ലെ. 50ക്ക് അപ്പൊ 30ന്റെ പകുതി എത്രയാണ്? 15. അപ്പൊ 30ന് 50 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോ 15 രൂപ ഡിസ്കൗണ്ട്. ഇനി 50ന്റെ പകുതി എത്രയാണ്? പകുതി എത്രയാണ് അറിയാം, അല്ലെങ്കിൽ എന്താ ചെയ്യാ? 2 കൊണ്ട് ഹരിക്കുക. 50നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? 25 കിട്ടും. അപ്പൊ 25 രൂപയ്ക്ക് 15ന്റെ പകുതി കാണണം. 15 പകുതി നമുക്ക് ഒറ്റയടിക്കാനെ കാണാൻ പറ്റില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. 15 ഹരണം 2. അപ്പോ ഇവിടെ 7 കേട്ടോ, 7 14. 15 14 ആകുമ്പോ ഇയാളുടെ തലയിൽ എഴുതാം അല്ലെ, 1. അപ്പോ ഇനി എന്തില്ല, ഇവിടെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു ദശാംശ ബിന്ദു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ദശാംശ ബിന്ദു. ഇനി ഇവിടെ ഒരു 0 ഇട്ടു. അപ്പൊ എന്ത് എഴുതു? അപ്പൊ ഇവിടെ 10 ആണെങ്കിൽ 5. അപ്പൊ 5 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 7.5 കിട്ടി. അപ്പോ ഇവിടെ 25 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോ എന്ത് കിട്ടും? 7.5 രൂപ. അതായത് 7.5 രൂപ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ മക്കളെ? അതായത് 7 രൂപ 50 പൈസ. എന്താണ് 7 രൂപയും കൂടെ 7.5 എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? 7 രൂപ 50 പൈസ. അപ്പൊ ഇവിടെ എഴുതാം. അപ്പോ ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? 7 രൂപയും 50 പൈസയും കൂടി കൂട്ടണം. അപ്പൊ മൊത്തം 475ന്റെ വിലക്കിഴിവ് കിട്ടും. അപ്പൊ അതെങ്ങനെ കൂട്ടുക? നമുക്ക് കൂട്ടി വെക്കാം. ആദ്യം 135 അങ്ങനെ എഴുതി. എന്നിട്ട് അടുത്തത് 7 ആണ് ഇവിടെ അല്ലെ. ദശാംശ ബിന്ദുക്കൾ എല്ലാം ഒരുമിച്ച് വരണം. അപ്പൊ 135 പോയിന്റ് ഉണ്ടോ? ഇല്ല, വെറുതെ ഇവിടെ 0 ഇട്ട് എടുക്കാനേ. കാരണം പിന്നെ ഇവിടെ എന്തുണ്ട്? 50 ഉണ്ട് അല്ലേ. അപ്പോ ഇനി ഇതിനെ കൂട്ടുമ്പോ ഇവിടെ 0 ഉണ്ട്. 0 5 7 5 12 ശിഷ്ടം 1 4 പിന്നെന്താണ് ഇവിടെ 1. അപ്പൊ 142 രൂപയും
50 പൈസയും അയാൾക്ക് എന്ത് കിട്ടി? കുറവ് കിട്ടി. ഇതാ 142 രൂപ 50 പൈസ. അപ്പൊ എങ്ങനെ ടെക്സ്റ്റിൽ ചെയ്തിരിക്കണേ? ആദ്യം 400 രൂപയുടെ കിഴിവ് 120 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. പിന്നെ 50 രൂപയുടെ കിഴിവ് 15 രൂപ. പിന്നെ 25 രൂപയുടെ കഴിവ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 15ന്റെ പകുതി അല്ലേ? അപ്പൊ 15ന്റെ പകുതി നമുക്ക് എന്ത് കിട്ടി? 7 രൂപ 50 പൈസ. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 142 രൂപ 50 പൈസ. അപ്പോ ഇനി അടുത്തൊരു ചോദ്യം ഉണ്ട്. അങ്ങനെയാണെങ്കിലേ 460 രൂപയിലെ കിഴിവ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമുക്ക് കാണാലോ, സുഖമായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് 400 ഇതാ ഇവിടെ കുറച്ച് സ്ഥലം നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോ 460ന്റെ കിഴിവാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. നമുക്ക് അറിയാം എന്താണ് ഇവിടെ 30% വിലക്കിഴിവ്. ആ കാര്യം നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? 100 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോ 30 രൂപ അവിടെ എന്താണ്? ഡിസ്കൗണ്ട് ആണ്. ഇനിയില്ലേ ഈ 460നെ നമുക്കൊന്ന് എന്താക്കി എഴുതാം? 460നെ 400 പ്ലസ് 60 എന്ന് എഴുതിക്കൂടെ? എഴുതാം. 400 രൂപയുടെ വിലക്കിഴിവ് നമുക്ക് അറിയാം അല്ലെ? 120 രൂപ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇനി 60 രൂപയാണ് കാണേണ്ടത്. അതിപ്പോ എങ്ങനെ ചെയ്യാം? 100ന്റെ പകുതി 50 അല്ല, 50ന്റെ പകുതി 25 അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒറ്റയടിക്ക് എഴുതായിരുന്നു. പക്ഷെ നോക്ക് ഇവിടെ എന്താണ്? 60 ആണ്. അപ്പൊ എങ്ങനെയാണ് 60ന്റെ നമ്മൾ ഡിസ്കൗണ്ട് കാണാം? അതിനൊരു വഴിയുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. നമുക്ക് അറിയുന്ന കാര്യം 100 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോ 30 രൂപ കുറവ് കിട്ടി. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യണം? നമുക്ക് 10 രൂപയ്ക്ക് എത്രയും നോക്കണം. 100 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോൾ 30 രൂപ കുറവ് കിട്ടിയാണ്. ഇനി 10 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങിക്കുകയാണ്. അപ്പോ അവിടെ എത്രയാണ് കുറവ് കിട്ടാന്ന് നമുക്ക് അറിയണം. അപ്പൊ അതിനൊരു വഴിയുണ്ട്. എന്താ വഴിയെന്നറിയോ? 100നെ നമ്മൾ 10 ആക്കണം. 100നെ 10 ആക്കാൻ എന്താ ചെയ്യാ? ഒരു 100 ഉണ്ട്, അതിനെ 10 ആക്കണം. അപ്പോ നമ്മൾ ഇവിടെ ഇതിനെ ഹരണം 10 ചെയ്യാം. അപ്പൊ എന്ത് വന്നു? അപ്പോ ഈ 0 വെട്ടിപ്പോയിട്ട് ഇവിടെ 10 മാത്രം വരും. 10/1 പറഞ്ഞാൽ 10 തന്നെ അല്ലേ? അപ്പോ ഇയാളെ മാത്രം ചെയ്താൽ ഇയാൾക്ക് സങ്കടാവില്ലേ? അപ്പൊ ഇയാളെയും 10 കൊണ്ട് ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് നമ്മളെ കണക്കുകൾ ശരിയാവുള്ളൂ കേട്ടോ. അപ്പൊ എന്ത് വന്നു? ഇവിടെ 10 എന്ന് വന്നു. ഈ 0 പോകുമ്പോ 10 എന്ന് വന്നു. 10 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോ ഈ 0 പോയിട്ട് 3/1 പറഞ്ഞാൽ 3 ആയി. അപ്പൊ 10 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോ 3 രൂപ ഡിസ്കൗണ്ട്. മനസ്സിലായോ? അയാൾ പോയിട്ട് 10 രൂപയ്ക്ക് 30% ഓഫർ ഉണ്ട് അവിടെ. അയാൾക്ക് 10 രൂപയുടെ സാധനം മതി വിചാരിച്ചോ. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് വിചാരിച്ചു. ഡ്രസ്സ് കടയല്ല, അത് സൂപ്പർ മാർക്കറ്റ് ആണ്. അവിടെ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ അയാൾ പോയിട്ട് 2 മഞ്ച് മിഠായി വാങ്ങിച്ചു. 5 രൂപയുടെ മഞ്ച് വാങ്ങിച്ചു. അപ്പൊ അയാൾക്ക് എത്രയാവുക? 10 രൂപ ശരിക്കും ആവുക അല്ലെ? 5 + 5 10 ആണ്. പക്ഷെ അപ്പൊ പറയും അവിടെ 30% ഓഫർ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ എന്ത് കിട്ടും? അയാൾക്ക് 3 രൂപ കഴിച്ചിട്ട് അയാൾ ബാക്കി 7 രൂപ കൊടുത്താൽ മതിയാവും. അപ്പൊ 10 രൂപയ്ക്ക് 3 രൂപയാണ് ഇവിടെ ഡിസ്കൗണ്ട്. അപ്പൊ എന്ത് വന്നു? ഇനി ഇവിടെ നോക്ക്. ഈ 400നെ അങ്ങനെ തന്നെ പിടിച്ചെഴുതി. 60 നമുക്ക് എങ്ങനെ എഴുതാം? 6 × 10 എന്ന് എഴുതിക്കൂടെ? 6 × 10 അല്ലേ 60? യെസ്. ഇനി 400 രൂപ ഡിസ്കൗണ്ട് നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചാണ് 120 നമുക്ക് അറിയാം. ഈ വീണ്ടും ചെയ്യണില്ല. ഇനി 6 × 10 അല്ല, 6 × 10 രൂപയ്ക്ക് എത്രയാണ്? 3 രൂപ. അപ്പൊ 3 എന്ന് എഴുതി. അപ്പൊ എന്ത് വന്നു? 120 പ്ലസ് 3 × 6 18. 120ഉം 18ഉം കൂടി കൂട്ടുമ്പോ എന്ത് വരും? 138 രൂപ എന്ന് വന്നു. അപ്പൊ അയാള് 460 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോ 138 രൂപ അയാൾക്ക് എന്ത് കിട്ടി? ഡിസ്കൗണ്ട് കിട്ടി. അപ്പൊ ഒക്കെ മനസ്സിലായല്ലോ. ഈ അടുത്ത് നോക്ക്. അയാള് 468 രൂപയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ എത്ര കിഴിവ് കിട്ടും? അതറിയണം. അപ്പൊ ആദ്യം 460 രൂപയ്ക്ക് വാങ്ങിച്ചപ്പോ 138 രൂപ ഡിസ്കൗണ്ട് കിട്ടി. നമുക്ക് മനസ്സിലായില്ലേ? ഇനി അയാൾക്ക് തോന്നി കുഴപ്പമില്ലല്ലോ, 30% ഓഫറല്ലേ, കുറച്ചുകൂടി സാധനം വാങ്ങിക്കാം. എന്നിട്ട് ഒരു 8 രൂപയ്ക്ക് കൂടി കൂടുതൽ സാധനം വാങ്ങിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ 468 രൂപയ്ക്ക് എത്ര കാണണം? അപ്പോ ഈ 460 ഇവിടെ എഴുതാം. 468നെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 460ന്റെ അറിയാം, പ്ലസ് 8 എന്ന് എഴുതാം അല്ലെ? യെസ്. അപ്പൊ ഈ 460ന്റെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 8ന്റെ മാത്രം കണ്ടാൽ മതി അല്ലേ? അപ്പോ 8 രൂപയ്ക്ക് എത്ര കിഴിവാന്ന് നമുക്ക് അറിയോ? ഇല്ല. അതിനൊരു വഴിയുണ്ട് കണ്ടുപിടിക്കാൻ. അപ്പൊ നോക്കുക, ഇവിടെ നമ്മളിവിടെ നോക്കുക 10 രൂപയ്ക്ക് 3 രൂപ ഡിസ്കൗണ്ട് എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അതേത് ഞാൻ ഇവിടെ വീണ്ടും എഴുതാൻ അത് ആദ്യം മുതൽ ചെയ്യണില്ല കേട്ടോ. അതായത് 10 രൂപയ്ക്ക് അയാള് സാധനം വാങ്ങിക്കുമ്പോ അയാൾക്ക് എത്ര കുറവ് കിട്ടി? 3 രൂപ ഡിസ്കൗണ്ട് കിട്ടി. ഇനി നമുക്ക് ഈ 10 നമുക്ക് 1 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോ എത്ര നോക്കണം. അപ്പൊ 1 രൂപയ്ക്ക് എന്ന് പറയുമ്പോ നമ്മൾ അത് പ്രത്യേകം നിങ്ങൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഇതാട്ടോ. ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യണം. അതായത് ഈ രൂപ ഇനി നമുക്ക് കിട്ടുന്നത് 1 രൂപയ്ക്ക്, കാരണം 10 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോൾ 3 രൂപയുടെ ഡിസ്കൗണ്ട്. ഇനി 1 രൂപയ്ക്ക്
വാങ്ങി പറഞ്ഞാൽ നമുക്ക് പൈസ കണക്കാണ് പറയാം. നമ്മൾ 50 പൈസ 20 പൈസ ഒന്നും ഇല്ല, 50 പൈസ അങ്ങനെയൊക്കെ പറയില്ലേ. പക്ഷെ ഇങ്ങനത്തെ കണക്കിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെറിയ പൈസകളൊക്കെ വരും. അത് 30 പൈസ അങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പൊ നോക്ക്, ഇപ്പൊ ഞാനിവിടെ കാര്യം എഴുതാണ് 10 രൂപ. ഇത് അതേപോലെ എഴുതിയേ 10 രൂപ എന്ന് എഴുതി. 3 രൂപയ്ക്ക് പകരം ഞാൻ 300 പൈസ എന്ന് എഴുതി. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? അതിന് മനസ്സിലാക്കി തരാം. 1 രൂപ എന്ന് പറഞ്ഞാല്, അതായത് 1 രൂപ എന്ന് പറഞ്ഞാല് എത്ര പൈസയാണ്? 100 പൈസയാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ 50 പൈസയുടെ ചെറിയ കോയിൻ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ആ 2 50 പൈസ കോയിൻ ഉണ്ട്. പൈസക്ക് പീന്ന് കൊടുക്കാട്ടോ. അപ്പൊ 2 50 പൈസ കോയിൻ കൂട്ടിയാൽ 1 രൂപയാവില്ലേ? ഇല്ലേ? അപ്പൊ 2 50 പ്ലസ് 50 എത്ര? 100 അല്ലേ? അപ്പൊ 100 രൂപ 100 പൈസ എന്ന് പറഞ്ഞാലും 1 രൂപയില്ലേ? അപ്പൊ എപ്പോഴും എന്താണ് ആലോചിക്കുക, ഈ ഒരു രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസയാണ്. 1 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 പൈസ. അത് ഓർമ്മിച്ച് വെക്കണേ. 1 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 പൈസയാണ്. അപ്പോ 2 രൂപ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 രൂപ എന്ന് പറഞ്ഞാല് അത് 1 രൂപ 100 പൈസ. അപ്പൊ 100 × 2 ആയിരിക്കും. ഇവിടെ 2 രൂപയാകുമ്പോ, കാരണം ഇവിടെ 2 × 1 അല്ലേ? അപ്പൊ 1 രൂപയ്ക്ക് 100, പിന്നെ 2, അപ്പൊ 200 പൈസ ആയിരിക്കും. ഇനിയിപ്പോ 3 രൂപയ്ക്ക് 3 രൂപ എന്ന് പറഞ്ഞാല് 3 രൂപ എന്ന് പറഞ്ഞാൽ എത്ര പൈസ ആയിരിക്കും? 300 പൈസ ആയിരിക്കും. 4 രൂപ പറഞ്ഞാൽ 400 പൈസ ആയിരിക്കും. 5 രൂപ എന്ന് പറഞ്ഞാൽ 500 പൈസ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതാ ഇവിടേക്ക് വരാം. ഇവിടെ അപ്പൊ നോക്ക്, 10 രൂപ എന്ന് പറഞ്ഞാല് നമുക്ക് എന്താ കിട്ടി? അപ്പോ 10 രൂപ എന്ന് പറഞ്ഞാൽ 300 പൈസയാണ്. ഇനി 10 നമുക്ക് എന്താക്കി മാറ്റണം? 10 നമുക്ക് 1 ആക്കി മാറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു 10 കൊണ്ട് അങ്ങോട്ട് ഹരിക്കാം അല്ലെ? 10/10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 ഹരണം 10 എന്ന് പറഞ്ഞാൽ അത് എന്താണ്? 1 അല്ലേ? 10/10 പറഞ്ഞ 1 അല്ലേ? യെസ്. അപ്പോ ഇയാളെ മാത്രം 10 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, ഇയാളെയും ചെയ്യണം. അപ്പൊ 300/10 ഇവിടെയും ചെയ്തു. അപ്പൊ നമുക്ക് 10/10 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടി, ഈക്വൽ ടു 300/10. ഈ ഒരു 0 കിട്ടി, ഈ ഒരു 0 കിട്ടി. ഇത് ഇവിടെ പൈസയാണ് കേട്ടോ. ഇത് പൈസയാണ്. ഇവിടെ എന്താണ്? രൂപയാണ് കേട്ടോ. 1 രൂപേനെ 1 രൂപ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ഈ 0 കളയുമ്പോൾ ബാക്കി എന്താണ്? 30 പൈസ എന്ന് കിട്ടി. അപ്പൊ 1 രൂപയ്ക്ക് എത്രയാണ്? 30 പൈസയാണ്. അയാൾ അവിടെ നിന്ന് 1 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു എന്ന് വിചാരിച്ചോ. അപ്പൊ അയാൾക്ക് 30 പൈസയാണ് കുറവ് കിട്ടുക. മനസ്സിലായോ? അതായത് അയാൾ 1 രൂപയ്ക്ക് 1 രൂപയുടെ എന്തായാലും മിഠായി വാങ്ങിച്ചു, അയാൾക്ക് 30 പൈസ കുറച്ചിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇനി നമുക്ക് സുഖല്ലേ? അപ്പൊ നോക്ക്, ഇവിടെ നോക്ക്, 460ന്റെ ഡിസ്കൗണ്ട് നമ്മൾ എത്ര കണ്ടത്? 460 ഡിസ്കൗണ്ട് നമ്മൾ കണ്ടത് എത്ര? 138 രൂപ അല്ലെ? അപ്പൊ ഇവിടെ 138 ഉണ്ട്. ഇനി 8 നമുക്ക് എങ്ങനെ എഴുതാം? 8 × 1 എന്ന് എഴുതാം. 8 × 1 അല്ലേ 8? യെസ്. അപ്പോ ഇനി നമുക്ക് ഈ 8 × 1 എന്ന് എഴുതുമ്പോ നമുക്കറിയാം നമുക്ക് ഈ 138 അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതിന് അതുണ്ട്. ഇനി 8 × 1 പറഞ്ഞാൽ 8 അതേപോലെ എഴുതി. ഇനി 1 രൂപയ്ക്ക് എത്രയാണ്? 30 പൈസ. അപ്പൊ 8 × 30 പൈസ എന്ന് വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ക്കണേ. അപ്പൊ 8 × 30 പൈസ എന്ന് വന്നു. ഇങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ? യെസ്. ഇനി അപ്പൊ എന്തോന്ന്? ഈ 138 അതേപോലെ ഉണ്ട്. ഇനി 8 × 30 ചെയ്യണം. അപ്പൊ 3 × 8 24, പിന്നെ ഒരു 0 ഉണ്ട്. അപ്പൊ 240 പൈസ എന്ന് വന്നു. അപ്പൊ 240 പൈസ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ എപ്പോഴും ഇങ്ങനെ, അതായത് 3 അക്കം. ഇപ്പൊ നോക്ക്, 240 പൈസ എന്നാണെങ്കിൽ 240നെ നമുക്ക് ഇതിന്റെ ഇപ്പുറത്തുള്ള രൂപയും ഇതിന്റെ എത്ര പൈസയും, അത് 2 രൂപ 40 പൈസ. ഇനി നേരെ മറിച്ച് ഇങ്ങനെ, അതായത് ഇപ്പൊ നോക്കുക, ഇപ്പൊ 350 പൈസ എന്ന് പറഞ്ഞാൽ വിചാരിച്ചോ, ഇവിടെ വരണ്ട, ഈ രണ്ടെണ്ണം ഇതണ്ട, ഇത് പൈസയും ഇത് രൂപയാണ്. അപ്പൊ നോക്ക്, ഇവിടെ നമുക്ക് എന്തോ 138ഉം പിന്നെ അതുകൊണ്ട് കൂടെ 2 രൂപ 40 പൈസ. അപ്പൊ നമുക്ക് എങ്ങനെ ആക്കാം? 138 പ്ലസ് 2 പ്ലസ് 40 പൈസ. ഇത് രണ്ടും രൂപയാണ് കേട്ടോ. 138 2 140 ആയില്ലേ? പിന്നെ 140 രൂപയും 40 പൈസയാണ്. അപ്പൊ അയാൾക്ക് എന്ത് കിട്ടുക? ഡിസ്കൗണ്ട്, അവിടെ വിലക്കിഴിവ് കിട്ടുക. 468 രൂപയ്ക്ക് അയാള് സാധനം വാങ്ങിച്ചപ്പോൾ അയാൾക്ക് എന്ത് കിട്ടി? അയാൾക്ക് 140 രൂപ, അതുപോലെ തന്നെ 140 രൂപ 40 പൈസ അയാൾക്ക് എന്ത് കിട്ടും? ഓഫർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത കണക്ക് കേട്ടോ. അപ്പൊ അയാള് പറഞ്ഞു, ഇവിടെ നല്ല ഓഫർ ഉണ്ടല്ലോ, ഞാൻ കുറേ സാധനം വാങ്ങിക്കാണ്. അങ്ങനെ കുറേ ഡ്രസ്സ് വാങ്ങിച്ച്, അങ്ങനെ നോക്കുമ്പോ അയാൾ എത്ര രൂപയ്ക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരോ? 3546 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു. കടക്കാരൻ പെട്ടില്ലേ? എന്താണ് പെടല്? ഡിസ്കൗണ്ട് കാണണ്ടേ? കടക്കാരൻ പെട്ടല് നമ്മൾ പെട്ടില്ലേ? നമുക്ക് ഇത്രയും വലിയ സംഖ്യയുടെ ഡിസ്കൗണ്ട് കാണണ്ടേ? അതൊരു പെടലല്ല, കാരണം നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ 3546 കേട്ടോ. അപ്പൊ 3546 ഇങ്ങോട്ട് കൊണ്ടുവരാണേ. അതായത് അയാൾ വാങ്ങിച്ചത്
3546 രൂപയാണ്. ഇതിനെ നമുക്കിത് പിരിച്ചെഴുതണം. അതായത് നമ്മൾ 2 പൂജ്യം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് അല്ലേ. അപ്പോ 3500 എന്ന് എഴുതി പ്ലസ് 46 40 പ്ലസ് 6 എന്ന് എഴുതി ഒക്കെ പാടെ കൂട്ടി. അതായത് 3000 പ്ലസ് 500 അങ്ങനെ എഴുതിയാലും ഒരു സ്റ്റെപ്പ് കൂടുതൽ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, മനസ്സിലാക്കി ചെയ്യാം. ഇപ്പൊ 3500 അതിന്റെ കൂടെ 40 3540 അതിന്റെ കൂടെ 6 കൂട്ടിയ 3546 ആയല്ലോ. അപ്പൊ ഇനി 3500 എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെ എഴുതാം? 35 × 100 എന്ന് എഴുതാം. ഓക്കെ, 35 × 100. പിന്നെ 4 എങ്ങനെ എഴുതാം? 4 × 10 പിന്നെ 6 × 1 എന്ന് എഴുതാം. ഡൗട്ടില്ലല്ലോ. ഈ 2 പൂജ്യത്തിന് ഒഴിവാക്കി ആദ്യം, എന്നിട്ട് 35 എഴുതി, എന്നിട്ട് 100 എഴുതി. ഈ 1 പൂജ്യത്തിന് ഒഴിവാക്കി 4 × 10 എഴുതി, പിന്നെ 6 × 1. ഓക്കെ, ഇനി 35 നമുക്ക് 100 രൂപയ്ക്ക് എത്രയാണ് ഡിസ്കൗണ്ട് നമുക്ക് അറിയണം അല്ലേ. നമുക്ക് സെക്കൻഡ്. ഓക്കെ, നമുക്ക് 30% തന്നെയാണ് നമ്മുടെ എന്തുള്ളത്, നമ്മുടെ വിലക്കഴിവുള്ളത്. അപ്പോ 100 രൂപയ്ക്ക് എത്രയാണ്? 30 രൂപ അല്ലെ. അപ്പോ 35 × 30 എന്ന് കിട്ടി. ഇനി 10 രൂപയ്ക്ക് എത്ര കിട്ടിയത്? 10 രൂപയ്ക്ക് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 3 രൂപ എന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ. അപ്പൊ 4 × 3 പ്ലസ് പിന്നെ 6 രൂപയ്ക്കാണ്. 6 രൂപയ്ക്ക് 6 × 1 രൂപ. 1 രൂപയ്ക്ക് നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? 30 പൈസ അല്ലെ. അപ്പൊ 6 × 30 എന്ന് ചെയ്തു. ഓക്കെ, അപ്പോ ഇനി ഇതെല്ലാം കൂടി കൂട്ടുക, ഇത് രണ്ടും കൂട്ടുക. അതായത് 100 രൂപയ്ക്ക് നമ്മൾ ഒറ്റടിക്ക് ചെയ്യുന്നത് നമ്മൾ മുമ്പ് ചെയ്തതോ കണ്ടോ. 100 രൂപയ്ക്ക് 30 രൂപ, 10 രൂപയ്ക്ക് 3 രൂപ, 1 രൂപയ്ക്ക് 30 പൈസ. ഇങ്ങനെയല്ലേ നമ്മൾ കണ്ടത്? യെസ്. അപ്പൊ നമുക്ക് എന്തായി? ഇതെല്ലാം കൂടി ഇത് കൂട്ടുമ്പോൾ നമുക്ക് അവിടെ 1050 കിട്ടിയിട്ട് ഞാൻ കാൽക്കുലേഷൻ ചെയ്യാൻ നിൽക്കണില്ല, സമയം പോകുള്ളൂ. അപ്പോൾ 1050 പിന്നെ 3 12 പിന്നെ 6 × 30 3018. ഇത് മാത്രം എന്താ ലാസ്റ്റ് കിട്ടിയത്? മാത്രം എന്താണ്? പൈസയാണ്. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ലാസ്റ്റ് കിട്ടിയത് മാത്രം എന്താണ്? പൈസയാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം? ഈ പൈസനെ എന്ത് ചെയ്യാം? 1 രൂപ നമുക്ക് 2 എണ്ണപ്രാക്കിൽ വരിക. അപ്പൊ ഇത് 1 രൂപ 80 പൈസയാണ് കേട്ടോ. അപ്പൊ 1050 പ്ലസ് 12 പ്ലസ് 1 പിന്നെ 80 പൈസ. അതായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ഇവിടത്തല്ല ഡിസ്കൗണ്ട് കിട്ടുക. അപ്പൊ നമുക്ക് ലാസ്റ്റ് എത്ര കിട്ടും? ഇവിടെ അതെന്റെ 1063 രൂപ 80 പൈസ എന്ന് കിട്ടും. ഓക്കെ, ഇനി വേറെ ചോദ്യം നമുക്ക് നേരെ ചെയ്യാം കേട്ടോ. അതായത് ഒരാള് 16,725 രൂപ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. ഒരു വർഷത്തെ പലിശ 9% ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചു കിട്ടും? അപ്പോ അയാൾ കുറച്ച് റിച്ച് ആണ്. 16,725 രൂപ അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അയാൾ കൊണ്ടിട്ട് എന്ത് ചെയ്തു? അത് കൊണ്ടിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചു. ബാങ്കിൽ പലിശ എത്രയാണ്? 9%. ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര പൈസ കിട്ടുമെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് അയാളെ ബാങ്കിൽ നിക്ഷേപിച്ചത് 16,725 രൂപയാണ്. അയാൾക്ക് 9% അവിടെ ഡിസ്കൗണ്ട്, അതായത് അവിടെ പലിശ. ഡിസ്കൗണ്ട് അല്ല, പലിശ. ഇനി നമുക്ക് അറിയേണ്ടത് ഒരു വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എത്ര പലിശ കിട്ടുമെന്നാണ് അറിയേണ്ടത്. അപ്പൊ ആദ്യം ചെയ്തു വെക്കേണ്ടത് 100 രൂപയ്ക്ക് അയാൾക്ക് എന്ത് കിട്ടും? 9 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അതല്ലേ ഇത് 9% ഉദ്ദേശിക്കുന്നത്? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. 16,725 നമുക്ക് എങ്ങനെ ആക്കി എഴുതാന്നറിയോ? 16,725 നമുക്ക് മാറ്റി എഴുതാനേ. 16,700 പ്ലസ് 25 എന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലെ. ഇനി നമുക്ക് 25 വീണ്ടും ചെറുതാക്കി എഴുതാം. അതായത് 16,700 പ്ലസ് 220 പ്ലസ് 5 എന്ന് എഴുതാം. 25 20 പ്ലസ് 5 എഴുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനും ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കി എഴുതി. ഇനി നമുക്ക് ആദ്യം 16,700 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടും? 20 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടും? 5 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടും? ഇതാണ് കണ്ടുപിടിച്ചാൽ മതി. ഡിസ്കൗണ്ട് അല്ല, പലിശയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം 16,700 നമുക്ക് അറിയാം. ഇന്നലെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ 0 കളയാം. അപ്പൊ എന്ത് വന്നു? 167 പിന്നെ ഇൻറ്റു 100 ഇനി പ്ലസ് 20 എങ്ങനെ എഴുതാം? 2 × 10 പ്ലസ് 5 എങ്ങനെ എഴുതാം? 5 × 1. ഇവിടെ ആദ്യം എന്ത് ചെയ്യുക? 20 ആദ്യം 0 കളയും. ഇവിടെ 2 0 കളഞ്ഞു, ഇവിടെ 1 0 കളഞ്ഞു, പിന്നെ ഇൻറ്റു 10 എഴുതി. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ 100 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട് നമുക്ക് അറിയാം. ഇനി 10 രൂപയ്ക്ക് എത്ര പലിശ കിട്ടും? 1 രൂപയ്ക്ക് എത്ര പലിശ കിട്ടും നമുക്ക് അറിയണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ആലോചിക്കുക കേട്ടോ. 100 രൂപയ്ക്ക് 9 രൂപ, ഈ 9 രൂപ നമ്മൾ പൈസ ആക്കിയിട്ട് എഴുതാം കേട്ടോ. 9 രൂപനെ പൈസ ആക്കിയിട്ട് എഴുതുമ്പോൾ 9, അതായത് നമുക്കറിയാം 1 രൂപയ്ക്ക് എത്രയാണ്? 1 രൂപ എന്ന് പറഞ്ഞാൽ അത് 100 പൈസയാണ് അല്ലേ? 1 രൂപ എന്ന് പറഞ്ഞാൽ അത് 100 പൈസയാണ്. അപ്പോ 9 രൂപ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 100 പൈസ, അതായത് 900 പൈസയാണ്. പൈസക്ക് പി എന്ന് എടുക്കണം കേട്ടോ. ഈ പൈസ എന്ന് എഴുതാനുള്ള സ്പേസ് കുറെ വേണ്ട, അപ്പൊ നമുക്ക് പി എന്ന് എഴുതാം. അപ്പൊ 100 രൂപയ്ക്ക് 900 പൈസയാണ് നമ്മുടെ ഇവിടെ ഡിസ്കൗണ്ട്. അതായത് നമുക്ക് 9 രൂപ എന്ന് പറഞ്ഞാൽ 900 രൂപ, 8 രൂപ എന്ന് പറഞ്ഞാൽ 800 രൂപ, 7 രൂപ എന്ന് പറഞ്ഞാൽ 700, സോറി ഇവിടൊക്കെ പൈസ. 9 രൂപ പറഞ്ഞാൽ 900 പൈസ, 8 രൂപ എന്ന് പറഞ്ഞാൽ 800 പൈസ, 7 രൂപ എന്ന് പറഞ്ഞാൽ 700 പൈസ. ആ കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കണേ. അപ്പോ 9 രൂപ നമുക്ക് എന്തായാലും 900 പൈസ എന്ന് എഴുതി. ഓക്കെ, ആ 100 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോൾ 900 പൈസ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഇനി നമുക്ക് 10 രൂപയ്ക്ക് കിട്ടണം. അപ്പോൾ 10 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഈ 100നെ 10 ആക്കണം. 100നെ 10 ആക്കണം. എന്ത് ചെയ്യുക? ഇവിടെ 100നെ എന്ത് ചെയ്യുക? ഒരു 10 കൊണ്ടങ്ങോട്ട് ഹരിക്കാം. എന്ത് ചെയ്യും? ഈ 0 പോകുമ്പോൾ ഇവിടെ 10 മാത്രം കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ ചെയ്യണം അത് 900 എന്ത് ചെയ്യുക? 10 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 0 പോയി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത്? 10 രൂപ. 10 രൂപയ്ക്ക് നമ്മൾ എത്രയാണ് അവിടെ? ഈ 0 പോകുമ്പോൾ 90 എന്ന് കിട്ടി. 90 പൈസയാണ് പലിശ. 10 രൂപയ്ക്ക് അയാൾ 10 രൂപ ഡിസ്കൗണ്ട് സോറി 10 രൂപ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു, അവിടെ നിക്ഷേപിച്ചാൽ 90 പൈസയാണ് അയാൾക്ക് പലിശയായിട്ട് കിട്ടുക. ഇനി 1 രൂപയ്ക്ക് എത്രയാണ്? ഇതിന് 1 രൂപയ്ക്ക് എന്ത് ചെയ്യുക? 10/10 ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 90/10 ചെയ്യുക. 0 കളഞ്ഞു, 0 കളഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ 1 രൂപ എന്ന് കിട്ടി. 1 രൂപയ്ക്ക് എത്ര കിട്ടി? 9 പൈസ എന്ന് കിട്ടി. അപ്പൊ നമ്മൾ 1 രൂപയുടെ കണക്കും നമ്മുടെ കയ്യിൽ വേണം, 10 രൂപയുടെ കണക്കും നമ്മുടെ കയ്യിൽ വേണം. 100 രൂപയുടെ കണക്കും പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ഇത്രയും കാര്യം നമുക്ക് എടുത്ത് വേണ്ടത്. ഇനി ഇവിടേക്ക് നേരം 167 ഇൻറ്റു 100 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട്? 9 രൂപ അല്ലേ? അപ്പം അത് 9 തന്നെ എഴുതാം. ഇനി പ്ലസ് 2. ഇനി 10 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട്? 90 പൈസ അല്ലേ? അപ്പൊ 90 പൈസക്ക് പി തന്നെ അവിടെ നമുക്ക് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. അല്ലെ പൈസ എന്നാലും പി എന്തായാലും എഴുതിക്കണം, അല്ലെങ്കിൽ മറന്നുപോകും, അല്ലെങ്കിൽ അതുകൊണ്ട് രൂപയായിട്ട് കിട്ടുള്ളൂ. പിന്നെ 5 ഇൻറ്റു 1 രൂപയ്ക്ക് എത്രയാണ്? 9 പൈസ. അപ്പൊ 9 എന്ന് എഴുതി, അതും പൈസയാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യാ? ഇനിയൊന്നുമില്ല, ഇതൊക്കെ പാടങ്ങട് ഇനിയുള്ള കൂട്ടാനും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, അതായത് ഗുണിക്കാനും കൂട്ടാനൊക്കെ അറിയാലോ. ആദ്യം എന്ത് ചെയ്യാ? 167 ഇൻറ്റു 9 ചെയ്യാ. 9 7 63 ശിഷ്ടം 6, 9 6 54, 54 6 60, 0 ശിഷ്ടം 6, 9 9 9 6 15, 1503 എന്ന് കിട്ടി. 1503 എന്ന് കിട്ടി. പ്ലസ് ഇനി എന്ത് ചെയ്യാ? 2 ഇൻറ്റു 9, 2 ഇൻറ്റു 9 18, പിന്നെ ഒരു 0, അപ്പൊ 180 പൈസ പ്ലസ് 9 ഇൻറ്റു 5 45 പൈസ എന്ന് വന്നു. അപ്പോ ഇവിടെ നമുക്ക് ആദ്യം നോക്ക്, ഇവിടെ 3 അക്കമുള്ള സംഖ്യയാണ് പൈസ ആയിട്ട് കിട്ടിയത്. ചില നമുക്ക് രൂപേനെയും പൈസ ആയിട്ട് എഴുതാം. അതായത് ഇത് ഞങ്ങൾ ഈ 2 അക്കം കഴിഞ്ഞ് ഇവിടെ ഇവിടെ കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ 1 രൂപ 80 പൈസ. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ എന്താ? ഇവിടെ ടിഷ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടോ? ഇല്ല, അവിടെ 45 പൈസ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ രൂപ കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യാം? അപ്പൊ ഇതിന് 1503 പ്ലസ് 1 രൂപ പ്ലസ് 80 പൈസ പ്ലസ് 45 പൈസ. ഇതാണ് നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടിയ ആൾക്ക് 1 വർഷം കിട്ടുന്ന പലിശ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് കൂട്ടി വെക്കാം. ആദ്യം 1503 ഒന്നുകൂടി കൂട്ടുമ്പോൾ നമുക്ക് 1504 കിട്ടും. ഒറ്റയ്ക്ക് എഴുതാം 1504. ഇനി അതിൻ്റെ കൂടെ 80 പൈസയും 45 പൈസയും കൂട്ടണം. അത് ഇവിടെ കൊണ്ട് എഴുതാൻ പാടില്ല കേട്ടോ, അത് പൈസയാണ്. പൈസ അതാ ഇവിടെയാണ്, ഇവിടെ അങ്ങനെ 0 ഇട്ട് എടുക്കാം. അതായത് 1504 രൂപ 00 പൈസയാണ് ഇവിടെ പൈസ ഇല്ല. ഇനി ഇവിടെ ദശാംശ ബിന്ദു ഇവിടെ തന്നെ എഴുതാണ്. ഇവിടെ 80 എഴുതാം, 80, ഇവിടെ 45. ഇനി എന്ത് ചെയ്യാം? കൂട്ടാം. ഇപ്പോൾ 00 5 5, 8 4 12, പോയിന്റ് അതുപോലെ എഴുതി 1 1 4 5, പിന്നെ 0 5 1. 1505 രൂപ 25 പൈസയാണ് അയാൾക്ക് 1 വർഷം കഴിഞ്ഞ് കിട്ടുന്നത്. എന്ത്? അയാൾക്ക് കിട്ടുന്ന പലിശ. ഇനി നമുക്ക് പേജ് നമ്പർ 110 ചോദ്യങ്ങൾ നോക്കാം. എന്താണ് ഒന്നാമത്തെ ചോദ്യം? പുസ്തകോത്സവത്തിൽ വാങ്ങുന്ന പുസ്തകങ്ങൾക്കെല്ലാം 15% വിലക്കുറവുണ്ട്. ശ്രീനയും കൂട്ടുകാരും വാങ്ങിയ പുസ്തകങ്ങളുടെ വില നോക്കൂ. ശ്രീനയും ടെസയും നാസറും ജേക്കബും വാങ്ങിയ പുസ്തകങ്ങളുടെ വില തന്നിട്ടുണ്ട്.
ഓരോരുത്തരും കൊടുക്കേണ്ടത് എത്ര രൂപയാണെന്ന് കണക്കാക്കുക. അപ്പൊ നമുക്ക് കണക്കാക്കി നോക്കിയാലോ. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ഇവിടെ നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്ന കാര്യം, ആദ്യം ഒരു ബുക്ക് വാങ്ങിക്കാൻ പോയി ബുക്ക് സ്റ്റാളിലേക്ക് പോയിരിക്കാൻ കേട്ടോ. അപ്പൊ അവിടെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാല് 15%. അവിടെ കുറച്ച് കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. 15% എന്ന് പറഞ്ഞാല് അവിടെ 100 രൂപയ്ക്ക് ബുക്ക് വാങ്ങിക്കുമ്പോൾ 15 രൂപ എന്തുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ. യെസ്, അത് നമുക്ക് അറിയാം. ഇനി നമുക്ക് 10 രൂപയ്ക്ക് ബുക്ക് വാങ്ങിക്കുമ്പോൾ എത്രയാണ് അവിടെ ഡിസ്കൗണ്ട് കിട്ടുക, അതുപോലെ 1 രൂപയ്ക്ക് ബുക്ക് വാങ്ങിക്കുമ്പോൾ എത്ര ഡിസ്കൗണ്ട് കിട്ടാൻ അറിയണം. അതറിയാൻ അത് ചെയ്യണതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. ഇവിടെ 100 രൂപയ്ക്ക് 15 രൂപ നമുക്ക് പൈസ ആക്കിയിട്ടൊന്ന് മാറ്റാം. 15 രൂപ നമ്മൾ കൊടുത്തിട്ട് അത് പൈസ ആക്കി മാറ്റണം. നമുക്കറിയാം 1 രൂപ എന്ന് പറഞ്ഞാല് 100 പൈസയെന്ന് അറിയാം. 2 രൂപ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ, 2 × 100 ചെയ്യും അല്ലേ. 5 രൂപ എന്ന് പറഞ്ഞാൽ എന്താ, 5 × 100 ചെയ്യും. അപ്പൊ ഇവിടെ 15 രൂപ എന്ന് പറഞ്ഞാൽ 15 × 100 ആണ്, അത്രയും പൈസയാണ്. ഓക്കെ, ഡൗട്ടില്ലല്ലോ. അപ്പോ 15 രൂപ നമുക്ക് എങ്ങനെ ആക്കി എഴുതാം, 15 × 100 പൈസ. ഇത്രയും പൈസക്കാണ് പി എന്ന് എഴുതാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് 100 രൂപയ്ക്ക് 15 × 100 പൈസയാണ്. ഇനി നമുക്ക് 10 രൂപയ്ക്ക് എത്ര കാണാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇതിനെ നമ്മള് 10 കൊണ്ട് ഹരിക്കാം. അല്ല, 100നെ 10 കൊണ്ട് ഹരിക്കുമ്പോ 0 0 വരും, ഇവിടെ 10 കിട്ടും. അപ്പൊ ഇവിടെ എന്തോ, ഇവിടെ അതേപോലെ 15 × 100 ഉണ്ട് ഇവിടെ. അതിനെ നമ്മൾ എന്ത് ചെയ്യാ, 10 കൊണ്ടാണ് ഹരിക്കാം. അപ്പൊ നോക്ക്, ഇവിടുത്തെ 0 0 പോയി, ഇവിടുത്തെ ഈ 0 0 പോയി. അപ്പൊ ബാക്കി എന്താണ്, 10 രൂപയ്ക്ക് നമ്മള് സാധനം വാങ്ങിക്കുമ്പോൾ അവിടെ 15 × 10 15 × 10 പറഞ്ഞാൽ 150 ഇവിടെ പൈസ കേട്ടോ. ഇവിടെ പൈസയാണ്, മറക്കല്ലേ. 150 പൈസ കിട്ടും. ഇനി നമുക്ക് 1 രൂപയ്ക്ക് കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ 10 നമ്മൾ വീണ്ടും നമ്മൾ ഇതിനെ എന്ത് ചെയ്യാ, 10/10 ചെയ്യാം. ഇത്രയും രൂപയ്ക്ക്, അതായത് അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, 150/10 ചെയ്യണം. അപ്പൊ ഈ 0 0 പോയി, ഈ 0 0 പോയി. അപ്പൊ 1 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ 15 പൈസ. അപ്പൊ കിട്ടിയ കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അതായത് 100 രൂപയ്ക്ക് 15 രൂപ. നമുക്ക് പൈസ കണക്കാകല്ലേ, 10 രൂപയുടെ 100 രൂപയുടെ നമുക്ക് രൂപയിലേക്ക് എഴുതാം. ഇനി അടുത്തത് 10 രൂപയ്ക്ക് എത്ര പൈസയാണ് ഇതാ, 10 രൂപയ്ക്ക് 150 പൈസയാണ്. അപ്പൊ 150 പൈസയാണ്. അതുപോലെ 1 രൂപയ്ക്ക് 15 പൈസയാണ്. അപ്പൊ ഈ കാര്യം ഒന്ന് നമുക്ക് എപ്പോഴും ഇതിൽ വേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വായിച്ചു കളയാണ്. നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്, മനസ്സിലായി വിചാരിക്കണം. അപ്പൊ ഈ കാര്യം നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ആദ്യം വാങ്ങിച്ച ആളാരാണ്, നമ്മുടെ ശ്രീനയാണ് അല്ലെ. ശ്രീന എത്ര രൂപയ്ക്കാണ് ബുക്ക് വാങ്ങിച്ചത്, ശ്രീന വാങ്ങിച്ചത് 540 രൂപയ്ക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ശ്രീന വാങ്ങിച്ചത് 540 രൂപയ്ക്കാണ് ഇവിടെ ബുക്ക് വാങ്ങിച്ചത്. അപ്പൊ ഈ 540നെ നമുക്കൊന്ന് എന്താക്കി എഴുതാം, മാറ്റി എഴുതണം. അതായത് 540 നമുക്ക് എങ്ങനെ എഴുതാം, 500 + 40 എന്ന് എഴുതാലോ. എഴുതാം അല്ലേ. അപ്പൊ ഇനി 500 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട്, 40 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട്, അതാണ് നമ്മൾ കാണേണ്ടത്. 500 നമുക്ക് എങ്ങനെ എഴുതാം, ഈ 2 0 കളയാം. അപ്പൊ എന്താ എഴുതാ, 5 × 100 പ്ലസ് ഈ 40നെ എന്താണ്, ഒരു 0 കളയാം. അപ്പൊ എന്ത് ചെയ്യാ, 4 × പിന്നെ 10 എന്ന് എഴുതാം. 4 × 10 അല്ലേ 40. യെസ്. ഇനി നമുക്കറിയാം 5 × 100 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട്, 15 രൂപയാണ് അല്ലേ. അപ്പോ ഇവിടെ 15 എന്ന് എഴുതി. പ്ലസ് 4 × 10 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട്, 150 പൈസയാണ് അല്ലേ. അപ്പോ 150 പൈസക്ക് നമ്മൾ പി എന്ന് എഴുതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്കത് ചെയ്ത് നോക്കാം. 5 × 15 ആദ്യം ചെയ്യാം. അപ്പോ 15 × 5 5 25 ശിഷ്ടം 2 5 1 5 5 75 കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഇത് 75 കിട്ടി. പ്ലസ് ഇനി 4 × 150 ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം, 15 × 4 ചെയ്താൽ മതി. എന്നിട്ട് അതിൽ കൂടി ഒരു 0 ചേർത്തോട്ടാ മതി. അപ്പൊ 15 × 4 4 20 ശിഷ്ടം 2 1 4 4 4 2 6 പിന്നെ ഒരു 0. അപ്പൊ 600 പൈസ എന്ന് കിട്ടി. ഇനി പൈസ 600 പൈസ എന്ന് പറഞ്ഞാൽ എത്ര രൂപയായിരിക്കും, 6 രൂപയായിരിക്കില്ലേ. നമുക്കറിയില്ലേ, കാരണം ഈ ലാസ്റ്റിലെ 2 0 ഇതാണ് കളയാം. ഇത് 2 പൈസ, ഇത് രൂപ. അപ്പൊ 6 രൂപ 0 0 പൈസ. അപ്പൊ 6 രൂപ 0 0 പൈസ പറഞ്ഞാൽ 6 രൂപ തന്നെയാണ് അല്ലെ. 0 0 പൈസ പറഞ്ഞാൽ പൈസ ഒന്നും ഇല്ലല്ലോ, അങ്ങനെ പൈസ ഉണ്ടോ, 0 0 പൈസ അല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് കേട്ടാം, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 75 + 6 ഇത്രയും രൂപ. 75 6 കൂട്ടുമ്പോ എന്ത് കിട്ടി, 81 രൂപ കിട്ടി. അപ്പോ 81 രൂപയ്ക്കാണ് ശ്രീനയ്ക്ക് എന്താണ്
ഡിസ്കൗണ്ട് കിട്ടിയത്. അപ്പൊ ശ്രീന കൊടുക്കേണ്ടത് അപ്പൊ എത്രയാണ് 540 ബുക്ക് വാങ്ങിച്ചു. പക്ഷെ 81 രൂപ ആൾക്ക് എന്ത് ചെയ്തിട്ട് ഡിസ്കൗണ്ട് കിട്ടി. അപ്പൊ 540 മൈനസ് 81. 0 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഇയാളൊന്ന് വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ എന്തായി? 10 ആയില്ലേ? ഇവിടെ 3 ആയി. ഇപ്പൊ 10 1 പോകുമ്പോ 9. 3 8 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇയാളൊന്ന് കുറച്ചപ്പോ ഇവിടെ 4 ആയി. ഇവിടെ 13 ആയി. 13 8 പോകുമ്പോ 5 ആയി. ഇവിടെ 4. അപ്പൊ 459 രൂപയാണ് നമ്മുടെ ശ്രീന അവിടെ കൊടുക്കേണ്ടത്. മനസ്സിലായോ? 459 രൂപയാണ് ശ്രീനക്ക് അവിടെ ആയത്. ഇനി അടുത്ത ആൾ ആരാണ്? അടുത്ത ആള് ടെസ്സി ആണ് അല്ലേ? അപ്പൊ ടെസ്സിയുടെ കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഞാൻ വായിക്കണ്ടേ. അപ്പൊ നമുക്ക് ഇത് വേണം. 1 രൂപയ്ക്ക് എത്ര, 10 രൂപയ്ക്ക് എത്ര, ആ സംഭവം നമുക്ക് ഇനി ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് അതവിടെ വായിക്കാം, അതവിടെ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ടെസ്സിയുടെ കാര്യം നോക്കാം. ടെസ്സിക്ക് നമുക്ക് വേറെ കളർ എടുക്കാം അല്ലേ? ടെസ്സിക്ക് നമുക്ക് റെഡ് കളർ എടുക്കാം. ടെസ്സി വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ്? ടെസ്സി വാങ്ങിച്ചത് 375 രൂപയ്ക്കാണ് അല്ലേ? അപ്പോൾ 375. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 375നെ നമുക്കൊന്ന് മാറ്റി എഴുതണം. 375നെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ 375നെ 300 പ്ലസ് 70 പ്ലസ് 5 എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. 300നെ 300 പ്ലസ് 75നെ 70 പ്ലസ് 5 എന്ന് എഴുതി. ഇനി നമുക്ക് ഓരോന്നും സുഖമായിട്ട് നോക്കാം. 300 നമുക്ക് ഇങ്ങനെ ഈ 0 2 ഒഴിവാക്കാം. എപ്പോഴും 0 നമുക്ക് അലർജിയാണ്. അപ്പൊ 3 × 100 എന്ന് എഴുതി. 70 നമുക്ക് ഇങ്ങനെ ഒരു 0 ഒരു 0 കഴിഞ്ഞിട്ട് 7 × 10 എന്ന് എഴുതി. പ്ലസ് ലാസ്റ്റ് ഉള്ള ആളിനെ എന്ത് ചെയ്തു? 5 × 1 എന്ന് എഴുതി. ഇനി ഇവിടെ നമുക്ക് 3 അതുപോലെ എഴുതി. 100 രൂപയ്ക്ക് എത്രയാണ് ഡിസ്കൗണ്ട്? 15 രൂപയാണ് അല്ലേ? അപ്പൊ 15 എന്ന് എഴുതി. പ്ലസ് 7 എന്ന് എഴുതി. ഇനി 10 രൂപയ്ക്ക് എത്രയാണ്? 150 പൈസയാണ് അല്ലേ? അപ്പൊ 150 പൈസ എന്ന് എഴുതി. ഇനി 5 × 1 രൂപയ്ക്ക് എത്രയാണ്? 15 പൈസയാണ്. അപ്പൊ ഇങ്ങനെ എഴുതി. ഓക്കെ. ഇനി നമുക്ക് 3 × 15 5 15ന് 5 ശിഷ്ടം 1 45 എന്ന് കിട്ടി. പ്ലസ് 150 × 7. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 150നെ 15 × 7 ആദ്യം ചെയ്യാം. 7 35 ശിഷ്ടം 3 1 7 7 7 3 10. എന്നിട്ട് ഒരു 0 ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 1050 പൈസയാണേ. 1050 പൈസ പ്ലസ് ഈ 5 × 15. അപ്പോൾ 15 × 5 ചെയ്യുമ്പോൾ 5 25 ശിഷ്ടം 2 1 5 2 7 75 കിട്ടി. അപ്പോൾ 75 പൈസ എന്ന് കിട്ടി. ഓക്കെ. ഇനി ഇവിടെ നോക്ക്. നമുക്ക് ഇതിന്റെ പൈസയും റുപ്പീസ് ആക്കി മാറാം. അതായത് ഇപ്പൊ 2 എണ്ണം ഇട്ടിട്ട് നമ്മൾ ഒരു കട്ട് കെട്ടിയത്. അപ്പൊ 10 രൂപ 50 പൈസയായി. ഇവിടെ നമുക്ക് അങ്ങനെ ടിഷ് കട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ആരും നമുക്കിവിടെ കട്ട് ചെയ്യാനില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ 45 പ്ലസ് 10 ഇത് 2 രൂപയാണ്. ഇനി പൈസക്ക് ആരാണ്? 50 പൈസയുണ്ട് 75 പൈസയുണ്ട്. നമുക്ക് ഇവരൊക്കെ പഠനം കൂട്ടി വെക്കാം. 45 10 55. അതുപോലെ എഴുതി. അതിന്റെ കൂടെ കൂട്ടേണ്ട ആൾക്കാർ പൈസയാണ് 50 പൈസ 75 പൈസ. അപ്പൊ 55 രൂപ. പിന്നെ പൈസനെ പോയിട്ട് ഇപ്പുറത്ത് എഴുതാം. അപ്പൊ ഇവിടെ പൈസ ഒന്നും ഇല്ലാത്ത ഇവിടെ 0 എഴുതും. ഇവിടെ ഒരു 50 പൈസയും കൂട്ടാനുണ്ട്, ഒരു 75 പൈസയും കൂട്ടാനുണ്ട്. അപ്പൊ 5 7 5 എത്രയാണ്? 12 ആണ് അല്ലേ? 12. ഇനി ഈ പോയിന്റ് അതുപോലെ ഇട്ട് 12ത്തെ ഒരു 1 ഇവിടെ ഇട്ടു. അപ്പൊ 6 പിന്നെ 5. അപ്പൊ 56.25 നമുക്ക് എന്ത് കിട്ടി? അയാൾക്ക് അവിടെ കുറവ് കിട്ടി. അപ്പൊ ടെസ്സിക്ക് കുറവ് ഡിസ്കൗണ്ട് എത്രയായിട്ട്? 56.25. അപ്പൊ നമുക്ക് ടെസ്സി കൊടുക്കേണ്ടത് നോക്കാം. അപ്പോ ടെസ്സി കൊടുക്കേണ്ടത് എത്രയാണ്? ടെസ്സി കൊടുക്കേണ്ടത് 375 വാങ്ങിച്ചു. പക്ഷെ എത്രയും ഡിസ്കൗണ്ട് കിട്ടി? 56.25. എന്താണ് നമ്മുടെ ടെസ്സിക്ക് അവിടെ ഡിസ്കൗണ്ട് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഒന്ന് കുറച്ച് നോക്കാം. 375ന്ന് 56.25 കുറയ്ക്കണം. അപ്പൊ ഇവിടെയും 0 0 കൊടുത്തു. ഇവിടെ മൈനസ് ചെയ്യാണ്.
0-ന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. പുറത്ത് കടം വാങ്ങിച്ചു ഇവിടെ ആരും കൊടുക്കാണ്ടോ? ഇല്ല. പുറത്തേക്ക് ചാടി ഇവിടെ 5ആണ്. 5-ന്ന് 1 വാങ്ങിക്കും, ഇവിടെ 4ആയി. 5 ഇയാൾക്കാണ് കൊടുത്തത്, ഇവിടെ 10ആയി. ഈ 10-ന്ന് 1 ഇയാൾ വാങ്ങിക്കാൻ, അപ്പൊ ഇവിടെ 10ആയി, ഇവിടെ 9ആയി. ഈ 10-ന്ന് 5 പോകുമ്പോ 5, 9-ന്ന് 2 പോകുമ്പോ 7 പോയിന്റ്. അതുപോലെ കേട്ടോ. ഇനി 4-ന്ന് 6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ 1 വാങ്ങിച്ചു, ഇവിടെ 6ആയി, ഇവിടെ 14ആയി. 14-ന്ന് 6 പോകുമ്പോ 8ആയി. അപ്പൊ ഇവിടെ 6ആണ്. 6-ന്ന് 5 പോകുമ്പോ 1ആയി, പിന്നെ 3ആയി. ഇപ്പൊ 318 രൂപ 75 പൈസ കൊടുത്താൽ മതി. ആര്? നമ്മളെ ടെസ്സി. ഓക്കെ, അപ്പൊ ടെസ്സിയുടെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത ആൾ ആരാണ്? അടുത്ത ആള് നാസറാണ്. 630 രൂപയ്ക്കാണ് നാസർ വാങ്ങിച്ചത്. അപ്പൊ നമുക്ക് ടെസ്സിയുടെ കാര്യം വാങ്ങിക്കാട്ടെ. അപ്പോ നാസർ വാങ്ങിച്ചത് 630 രൂപയ്ക്കാണ് പറഞ്ഞത്. 630. അപ്പൊ 630 നമ്മൾക്ക് മാറ്റി എഴുതാം. 630 നമുക്ക് ഇങ്ങനെ എഴുതാം, 600 + 30 എന്ന് എഴുതി കൂടെ. യെസ്. ഇനി നമുക്ക് വീണ്ടും എഴുതാം. 600 നമുക്ക് എങ്ങനെ എഴുതാം? 6 × 100 + 30 എങ്ങനെ എഴുതാം? 3 × 10. ഇനി ഇവിടെ നോക്കാം. 6 × 100 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട്? 15 രൂപ. പ്ലസ് 3 അതുപോലെ തന്നെ എഴുതി. ഇനി 10 രൂപയ്ക്ക് എത്ര ഡിസ്കൗണ്ട്? 150 പൈസയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാ 15 × 6 ചെയ്യണം ആദ്യം. 15 × 6 5 30, ശിഷ്ടം 3, 1 6 6 6 3 9. അപ്പൊ 90 എന്ന് കിട്ടി. അപ്പോ 90 പ്ലസ് ഇനി 3 × 150 ചെയ്യണം. അപ്പോൾ 15 × 3 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 45 കിട്ടും കേട്ടോ. 45 കിട്ടി. അപ്പോൾ ഒരു 0 കൂടി ചേർക്കാം. അപ്പോൾ 450 പൈസ. ഇനി നമുക്ക് ടിഷ് എന്ന് കട്ട് ചെയ്യണ്ടേ? ഇങ്ങനെ കട്ട് ചെയ്യുക. രണ്ടെണ്ണത്തിന് ഇപ്പുറത്തെ കാട്ടി നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 2 കട്ടി, ഇവിടെ ടിഷ് കട്ട് ചെയ്തു. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ 4 രൂപ 50 പൈസയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് 90 + 4 + 50 പൈസ കിട്ടി. 90-ഉം 4-ഉം 94. അപ്പോൾ 94 രൂപ, പിന്നെ എന്താ കിട്ടി? 50 പൈസ. ഇതാണ് നമ്മളെ നാസറിന് ഡിസ്കൗണ്ട് കിട്ടിയത്. ഇനി നാസർ കൊടുക്കേണ്ടത് എങ്ങനെ നോക്കാം? 630-ൽ നിന്നും 95.50 പൈസ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ നമുക്ക് കുറച്ച് വെക്കാം. അപ്പോൾ 630 ഇവിടെ ഇടാം. ഇവിടെ 95 ഇട്ടു. ഇവിടെ 50, ഇവിടെ 3 ഇട്ട് കൊടുത്തു. മൈനസ് ആണ്. കാരണം 630 രൂപയ്ക്കാണ് ബുക്ക്. അത്രയും ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ 95.50 കുറവാണ്. നേരത്തെ പോലെ തന്നെ 0 ഇവിടെയൊക്കെ 0ആണ്. അപ്പൊ ഇയാളേന്ന് വാങ്ങിക്കണം. ഇത്രയും ചാടി പോണ ഇയാൾക്ക്. അപ്പൊ 3 1 കൊടുക്കാൻ റെഡിയായി. അപ്പൊ ഇവിടെ 2ആയി. അപ്പൊ ഇവിടെ എന്തായി? ഇവിടെ 10ആയി. ഈ 10-ന്ന് 1 ഇയാൾ വാങ്ങിച്ചു. അപ്പൊ ഇവിടെ 10ആയി, ഇവിടെ 9ആയി. ഇയാൾ 1 വാങ്ങിച്ചു. ഇവിടെ 10ആയി, ഇവിടെ 9ആയി. അപ്പൊ മൈനസ് കുറയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കണം. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോകണം കേട്ടോ. അപ്പൊ 10-ന്ന് 5 സോറി 1 മിനിറ്റ്. ഇവിടെ നിങ്ങളുടെ ആവശ്യമില്ലല്ലോ. കാരണം ഇവിടെ 0 അല്ലേ. 0-ന്ന് 0 കുറയ്ക്കാൻ സുഖമല്ലേ. ഇപ്പൊ ഇവിടെ മതി. ഇത്ര മതി. ഇത്രയൊക്കെ ചാടി വരണം. ഇവിടെ 10ആയി. അപ്പൊ ഇവിടെ 0. 10-ന്ന് 5 പോകുമ്പോൾ 5 പോയിന്റ് അതുപോലെ ഇട്ട്. 9-ന്ന് 5 പോകുമ്പോൾ 4. 2-ന്ന് 9 കിട്ടോ? കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ 1 കൊടുക്കാൻ. ഇവിടെ 5ആയി, ഇവിടെ 12ആയി. 12-ന്ന് 9 പോവാണ്. അപ്പൊ 3ആയി, പിന്നെ ഇവിടെ 5ആയി. അപ്പോ നമ്മളാള് 534.5. 534.5 രൂപയാണ് നമ്മൾ ആര് കൊടുക്കേണ്ടത്? നമ്മളെ നാസർ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്ത ആള് നമ്മളെ ജേക്കബ് ആണ് അല്ലേ. അപ്പൊ ജേക്കബിന്റെ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ജേക്കബ് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചത്? ജേക്കബ് 432 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ജേക്കബ് നമുക്ക് കളറൊന്ന് മാറ്റാം. ജേക്കബ് പച്ചയ്ക്ക്. അപ്പോൾ ജേക്കബ് വാങ്ങിച്ചത് 432 രൂപയ്ക്കാണ്. ഇവിടെ പൈസ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ജേക്കബിന്റെ കേസില് 432 നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? നമുക്ക് 400 +
30 പ്ലസ് 2 എന്ന് എഴുതി കൂടെ എഴുതാലോ. അപ്പൊ നമുക്ക് സുഖല്ലേ. ആദ്യം 4 എങ്ങനെ എഴുതാം, 4 × 100 പ്ലസ് 30 എങ്ങനെ എഴുതാം, 3 × 10 പ്ലസ് 2 എങ്ങനെ എഴുതാം, 2 × 1 എഴുതാം. ഓക്കെ, അപ്പോ 4 × 100 രൂപയ്ക്ക് 15 രൂപേന്റെ ഡിസ്കൗണ്ട്, അപ്പൊ അത് എഴുതി. പ്ലസ് 3 × 10 രൂപയ്ക്ക് എത്രയാണ്, 150 പൈസയാണ്, അത് എഴുതി. പ്ലസ് 2 × 1 രൂപയ്ക്ക് എത്രയാണ്, 15 പൈസയാണ്, അപ്പൊ അതും എഴുതി. പൈസയുടെ പി തന്നെ പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പൊ ഇനി 4 × 15 ആദ്യം അത് ചെയ്യാം. അപ്പോ 15 × 4 ചെയ്യുമ്പോൾ 14 20 ശിഷ്ടം 2 1 4 4 2 6 നമുക്ക് 60 എന്ന് കിട്ടും. അപ്പോ 60 പ്ലസ് ഇനി 150 × 3 വേണം. അപ്പൊ 15 × 3 ചെയ്യും. 15 × 3 നമ്മൾ നേരത്തെ ചെയ്ത് 45 ആണ്, കൂടി ഒരു 0 കൂടി ഇട്ടെടുത്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും ചെയ്യില്ല. അപ്പൊ 450 പൈസ പ്ലസ് 2 × 15 എന്താ കിട്ടി, 30 പൈസ. ഇനി നമുക്ക് ടിഷ് കട്ട് ചെയ്യണ്ടേ, ഇവിടെ കട്ട് ചെയ്തു. അപ്പൊ 4 രൂപ 50 പൈസ കേട്ടോ. അപ്പൊ 60 4 64 രൂപയായി. പിന്നെ എന്ത് ചെയ്യണ്ടേ, ഇവിടെ 50 പൈസയുണ്ട്, 30 പൈസയുണ്ട്. ഇനി ഒക്കെ പാടെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. എല്ലാം കൂടി കൂട്ടുമ്പോൾ ഇങ്ങനെ വരും നോക്കാം. അപ്പോൾ 64 അതിൻ്റെ കൂടെ എത്ര കൂട്ടണം, പൈസകളാണ് കൂട്ടേണ്ടത്. 64ൻ്റെ കൂടെ 50ഉം അതുപോലെ 30ഉം. ഇവിടെ നമുക്ക് 64 0 0. അപ്പോൾ 0 5 3 8 4 6. അപ്പോൾ 64.8 ആണ് ആർക്ക് ഡിസ്കൗണ്ട് കിട്ടിയത്, നമ്മുടെ ജേക്കബിന് ഡിസ്കൗണ്ട് കിട്ടിയത്. ഇനി ജേക്കബ് എത്ര കൊടുക്കേണ്ടത് നോക്കണ്ടേ. അപ്പോൾ ജേക്കബ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത്, ജേക്കബ് കൊടുക്കേണ്ടത് 432 മൈനസ് 64.80. അപ്പൊ അത് ചെയ്ത് നോക്കാം. 432 എന്നും ഇവിടെ 0.0 മൈനസ് 64.80. അപ്പൊ എങ്ങനെ വന്നു, 0. ഇവിടെ ഈ 0 പോയില്ല, ഇവിടെ 1 കടം വാങ്ങിച്ചു, ഇവിടെ 1 ആയി, ഇവിടെ 10 ആയി. 10 8 പോകുമ്പോ 2 ആയി, ഇവിടെ പോയിന്റ് ആയി. 1 4 പോയില്ല, വീണ്ടും ഇവിടെ വാങ്ങിച്ചു, അപ്പൊ ഇവിടെ 2 ആയി, ഇവിടെ 11 ആയി. 11 4 പോകുമ്പോ 7. ഇനി ഇവിടെ 2 ആണ്, 2 6 പോയില്ല, അപ്പൊ വീണ്ടും വാങ്ങിച്ചു, ഇവിടെ 3 ആയി, ഇവിടെ 12 ആയി. 12 6 ഇവിടെ 6, ഇവിടെ 367.2. ഇത്രയും രൂപയാണ് നമ്മൾ ആര് കൊടുക്കേണ്ടത്, നമ്മൾ ജേക്കബ് സാറ് കൊടുക്കേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം ഈ കാര്യം മറക്കാതിരിക്കാം. അതാണ് ചെയ്താൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം, ഒരാൾ ബാങ്കിൽ നിന്നും 26,750 രൂപ കടമെടുത്തു. ഒരു വർഷത്തെ പലിശ 12%. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അയാള് ബാങ്കിൽ നിന്ന് കടെടുത്തത് 26,750 രൂപയാണ്. അപ്പൊ നമുക്ക് നോക്കാം. കടമെടുത്ത തുക എത്രയാണ്? 26,750. ഇനി അവിടെ പലിശ എത്ര ശതമാനമാണ്? 12% എന്നാണ് നമുക്ക് തന്നിക്കണേ അല്ലേ. ഓക്കെ. ഇനി ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കാൻ എന്ത് ചെയ്യണം? തിരിച്ചടക്കേണ്ട തുക എങ്ങനെ നമ്മൾ കാണാം? ഈ പലിശ ഇയാൾ കടമെടുത്ത ഈ തുകയും അതിന്റെ കൂടെ ഈ പലിശ തുകയും കൂടി കൂട്ടണം അല്ലേ. അപ്പൊ എന്താണ് തിരിച്ചടക്കേണ്ട തുക? തിരിച്ചടക്കേണ്ട തുക ഈക്വൽ ടു എന്തുണ്ട്? ആദ്യം കടമെടുത്ത ഈ തുകയും അതിന്റെ കൂടെ എന്തും കൂടിയും കൂട്ടണം? പലിശ തുകയും കൂട്ടണം. ഇതും കൂടിയും കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക നമുക്ക്? എത്ര ആദ്യം കടമെടുത്ത തുക ഇതിന്റെ കൂടെ ഈ പലിശയുടെ തുകയും കൂടി കൂട്ടുമ്പോൾ അത്രയും അയാൾ കുറച്ച് കൂടുതൽ പൈസ അടയ്ക്കണം അല്ലേ. അതാണ് നമുക്ക്. അപ്പൊ ഈ പലിശ തുക നമ്മൾ ആദ്യം കാണാം. അപ്പൊ നമുക്ക് പലിശ തുക കാണാം. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് വായിക്കാനേ, നമുക്ക് സ്പേസ് ഉണ്ടാവില്ല ഇവിടെ എഴുതാന്. അപ്പൊ ഇവിടെ 12% പലിശ നമുക്കറിയാം. അപ്പൊ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക. 100 രൂപയ്ക്ക് അവിടെ 12 രൂപയാണ് പലിശ. അതവിടെ ആദ്യം ഇരിക്കട്ടെ.
അതോടെ ഇരുന്നിട്ട് ഇനി നമുക്ക് നോക്കാം. അപ്പോ പലിശ തുക കാണണ്ട നമ്മള് 26,750 നമുക്കൊന്ന് മാറ്റി എഴുതിയാലോ. നമുക്ക് ഈ ആളെ എങ്ങനെ എഴുതാം? 26,700 പ്ലസ് 50 എന്ന് എഴുതിക്കൂടെ? ഏതാലോ ഈ നമുക്ക് 50 5 10 എഴുതേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇവിടെ ഒറ്റടിക്ക് 50 25 നമുക്ക് ഒറ്റടിക്ക് എഴുതാം. ഇവിടെ 100 രൂപയ്ക്ക് 12 രൂപ പലിശയാണെങ്കിൽ 100ന്റെ പകുതി 50 രൂപയ്ക്ക് 12ന്റെ പകുതി 6 രൂപയായിരിക്കും. ഇവിടെ ഇങ്ങനെ ചെയ്യാൻ അറിയില്ല. ഇവിടെ ഹരണം 2 ചെയ്യുമ്പോൾ കിട്ടും. 100/2 50, 12/2. 100ന്റെ പകുതിയാണ് 50 നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ 12ന്റെ പകുതിയാണ് ഇവിടെ, 12ന്റെ പകുതിയാണ് 6 അല്ലേ? അപ്പൊ 50 രൂപയ്ക്ക് 6 രൂപയാണ് പലിശ. അപ്പൊ അത് കിട്ടി. ഇനി 26,700 ഇവിടെ ഈ 2 0 ഒഴിവാക്കിയിട്ട് നമുക്ക് എഴുതാം. 267 × 100 എഴുതാം. പ്ലസ് 50നെ 5 × 10. 50 അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഒറ്റയടിക്ക് 50 ആകണം. 50 ആണ് നമ്മളെ മുത്താണ് 50. അപ്പൊ 50നെ 50 5 × 50 തന്നെ എഴുതാം. അപ്പോ 267 × 100 രൂപയ്ക്ക് എത്രയാണ്? 12 രൂപയാണ് പലിശ. അത് അങ്ങനെ എഴുതി. 50 രൂപയ്ക്ക് എത്ര പലിശ? ഒറ്റയടിക്ക് എഴുതാം. 6 രൂപയാണ്. 6 എന്ന് എഴുതി. അപ്പൊ നമുക്ക് 10 രൂപയുടെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇനി എന്താ ഇതൊന്ന് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. 267 × 12 ആദ്യം ചെയ്യണം. 267 × 12. 7 14 ശിഷ്ടം 1. 6 12 1 13 ശിഷ്ടം വീണ്ടും 1. 2 4 4 1 5. ഓക്കെ. 7 7 6 6 2 2 4 7 3 10 ശിഷ്ടം 1. 6 6 12 ശിഷ്ടം 1 3. അപ്പോൾ 3204 കിട്ടി ഇവിടെ. ഇനി അതിന്റെ കൂടെ ഒരു 6 കൂടിയും കൂട്ടണം. ഇതിന്റെ കൂടെ ഒരു 6 കൂടി 6 4 10 ആണ് വരിക അല്ലെ? അപ്പൊ എന്ത് വന്നു? 3210 രൂപയാണ് എന്ത് പലിശ തുക. ഇതെന്താ നമ്മൾ കണ്ടത്? പലിശ തുക. പലിശ തുക 3210 ആണ്. അപ്പോൾ തിരിച്ചടക്കേണ്ടത് എങ്ങനെയാണ്? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ തിരിച്ചടക്കേണ്ട തുക ഈക്വൽ ടു എങ്ങനെയാണ്? ഈ 26,750ന്റെ കൂടെ ഇതും കൂടി ചേരണം. 3210 കൂടി ചേരല്ലേ? അപ്പൊ 3210 കൂടി കൂട്ടണം. അപ്പൊ 0 6 7 2 9 6 3 9 2. അപ്പൊ എത്ര? 29,960 രൂപ പാവം ഈ കർഷകൻ എന്ത് ചെയ്യണം? പലിശ കൊടുക്കണം. അതായത് അത്ര രൂപ തിരിച്ചറിയും. 26,000 എടുത്തിട്ട് പക്ഷെ 29,000 അയാൾ അടയ്ക്കേണ്ടതാണ്. ഓക്കെ. ഇനിയുള്ള അടുത്ത ചോദ്യം നോക്കാം. ഒരു കമ്പനി ഒരു മാസത്തെ ശമ്പളത്തിന്റെ 8% ഉത്സവ ഭത്തയായി കൊടുക്കണ്ടേ? 46,375 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് എത്ര രൂപ ഉത്സവ ഭത്ത കിട്ടും എന്നാണ് അറിയേണ്ടത്. ഓക്കെ. അപ്പോ നമുക്ക് നോക്കാം. ഇവിടെ ആ കമ്പനിയിലെ ഒരു കമ്പനി ആ ഒരു കുറച്ച് പൈസ ഇങ്ങനെ ഒരു ബോണസ് ഒക്കെ ഉത്സവ പദ്ധതിയിൽ കൊടുക്കണം. അപ്പൊ അയാളുടെ ശമ്പളം എന്ന് പറഞ്ഞാല് 46,375 രൂപയാണ് തന്നിട്ടുണ്ട്. ഇനി ഉത്സവ ഭത്ത, അതായത് ഉത്സവ ഭത്ത ആണെങ്കിലും അല്ലെങ്കിൽ പലിശയാണെങ്കിലും ഒക്കെ നമുക്ക് ഒരേ കണക്കാണ്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. 8% നമുക്ക് ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാ? 100 രൂപയ്ക്ക് 8 രൂപയാണ് അവിടെ ഉത്സവ ഭത്ത കിട്ടുന്നത്. ഇനി എത്ര നോക്കാം. നമുക്ക് ഉത്സവ ഭത്തയായിട്ട് എത്ര കിട്ടുന്നത് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഈ 46,375 നമുക്കൊന്ന് മാറ്റി എഴുതിയാലോ? ഒന്ന് മാറ്റി പിടിക്കാം. അപ്പൊ എങ്ങനെ ആക്കാം? 46,300 മാറിപ്പോയില്ലേ? ഈ ലാസ്റ്റ് 2 അല്ലേ? ഈ ലാസ്റ്റ് 2 മാറ്റി അവിടെ 2 പൂജ്യം കൊടുക്കാം. പ്ലസ് പിന്നെ 75 അതേപോലെ എഴുതാം. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ചെയ്ത് നിങ്ങൾക്ക് പഠിയും. 46,300 അതേപോലെ എഴുതാം. 75 നമുക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 70 പ്ലസ് 5 പിന്നെ 7 അങ്ങനെ എഴുതാം. അതിനേക്കാളും 75 50 25 ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? 50 പ്ലസ് 25 എന്ന് എഴുതി കൂടെ. 75നെ 50 25 അല്ലേ? ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. 70 പ്ലസ് 5 അപ്പൊ പിന്നെ 7 × 10. അപ്പൊ ഇവിടെ 10ന് എത്ര കാണുന്നൊക്കെ ഉണ്ടാവും. അതിനേക്കാളും സുഖത ഈ ഒരു എന്താ നോക്ക്. അപ്പൊ 75നെ 50 പ്ലസ് 25 എഴുതി. ഇനി നമുക്ക് നോക്ക്. 100 രൂപയ്ക്ക് 8 രൂപയാണ് ഇവിടെ നമ്മുടെ ഉത്സവ ഭത്ത. അപ്പൊ 100ന്റെ പകുതി 50 രൂപയ്ക്ക് എത്രയാണ്? 8ന്റെ പകുതി 4 ആയിരിക്കില്ലേ? ആണ്. ഇനി 50ന്റെ പകുതി എത്രയാണ്? 25. അപ്പോ ഇവിടെ 4ന്റെ പകുതി എത്രയാണ്? 2. അപ്പോ
100നെ 2 കൊണ്ട് ഹരിച്ചു, 8നെ 2 കൊണ്ട് ഹരിച്ചു. 100നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 50, 8നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 4, 50നെ 2 കൊണ്ട് ഹരിച്ചു 25, 4 2 കൊണ്ട് ഹരിച്ചു അപ്പോൾ 2. അപ്പോൾ 25, അപ്പോൾ 100 രൂപയ്ക്ക് 8 രൂപ, 50 രൂപയ്ക്ക് 4 രൂപ, 25 രൂപയ്ക്ക് 2 രൂപ. ഇത് നമുക്ക് എന്ത് കിട്ടി? ഉത്സവ കിട്ടി. ഇനി സുഖമായി. ഇനി എങ്ങനെ ചെയ്യാം? 40 ഈ 2 പൂജ്യം ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ 463 ഇൻറ്റു 100 ചെയ്തു. പിന്നെ 50 പ്ലസ് 25 അതേപോലെ എഴുതി. ഇനി ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 463 ഇൻറ്റു 100 രൂപയ്ക്ക് എത്രയാണ്? 8 രൂപയാണ്. പ്ലസ് 50 രൂപയ്ക്ക് ഒറ്റയടിക്ക് എഴുതാൻ 4 ആണ്. പ്ലസ് 25 രൂപയ്ക്ക് ഒറ്റയടിക്ക് എഴുതാൻ 2 ആണ്. നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്താൽ നമ്മളെ ആൻസറാണ് കിട്ടിയിട്ടോ. അപ്പോൾ ആദ്യം 463 ഇൻറ്റു 8 ചെയ്യണം. അപ്പോൾ 463 ഇൻറ്റു 8 ചെയ്യുമ്പോൾ 3 8 24, ശിഷ്ടം 2, 6 8 48, 48 2 50ന് 0, ശിഷ്ടം 5, 7 4 32, 32 5 37. ഇനി അതിൻ്റെ കൂടെ 4 2 6 കൂടിയും കൂട്ടണം. 4 പ്ലസ് 2 6. അപ്പോൾ 6 4 10, ശിഷ്ടം 1. അപ്പോൾ 3710 കിട്ടി. അപ്പോൾ ഉത്സവ ഭത്ത, അപ്പോൾ ഇയാൾക്ക് ഉത്സവ ഭത്ത കിട്ടിയത് എത്രയാണ്? 3710 രൂപ എക്സ്ട്രാ കിട്ടി. അപ്പോൾ ഈ ശമ്പളത്തിന്റെ കൂടെ 3710 രൂപയും അയാൾക്ക് എക്സ്ട്രാ കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എത്ര ശതമാനം എന്നുള്ള ഭാഗമാണ് അല്ലേ. അപ്പൊ ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ചോദ്യം? ഒരു കടയിൽ സാധനങ്ങൾക്കെല്ലാം ഒരു നിശ്ചിത ശതമാനം വിലക്കുറവുണ്ട്. അതെ, കടക്കാരൻ സർപ്രൈസ് ആയി വെച്ചതാ. എത്ര ശതമാനം വിലക്കുറവെന്ന് പറയണില്ല. പക്ഷേ സാധനം വാങ്ങിക്കാൻ പോയപ്പോ 2000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചപ്പോഴേ 300 രൂപ കുറച്ച് കിട്ടി. അപ്പോ എത്ര ശതമാനമാണ് വിലക്കുറവ്? അപ്പൊ അത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നിങ്ങൾ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി, അത് 2000 രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചു. അപ്പൊ നിങ്ങൾ 2000 ആയില്ലേ, 2000 രൂപക്ക് നിങ്ങൾ കൊടുത്തു കേട്ടോ. അപ്പൊ അയാളുണ്ട് 300 രൂപ തിരിച്ചു തരുന്നു. അപ്പോ ഇതെന്താ ചേട്ടാ 300 രൂപ തിരിച്ചു തരുന്നത് ചോദിച്ചപ്പോ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ 1% വിലക്കുറവുണ്ട്, എന്റെ കടയിൽ കുറച്ച് ഓഫറൊക്കെ അതിന് കൊടുക്കുന്നുണ്ട്, ഒരു ഡിസ്കൗണ്ട് ആണ്, അത് എത്ര ശതമാനം നിനക്ക് കണ്ടുപിടിച്ച് വരാൻ പറ്റുമോ ചോദിക്കാണ്. നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മൾ എപ്പോഴും നമുക്ക് ശതമാനം കാണുമ്പോൾ നമ്മളോട് പറയാണ്, നമ്മൾ ഇതിനു മുമ്പ് നമ്മളോട് പറഞ്ഞു 12% വിലക്കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? 100 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുമ്പോൾ 12 രൂപ കുറവ്, അതല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് നമ്മൾ പറഞ്ഞത്? യെസ്. അപ്പോ ഇവിടെ നമുക്ക് അറിയേണ്ടത് 100 രൂപയ്ക്കാണ് നമ്മൾ സാധനം വാങ്ങിക്കാന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര രൂപയായിരിക്കും നമ്മൾക്ക് തന്നിട്ടുണ്ടാവുക, എത്ര രൂപയായിരിക്കും ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടാവുക, അതാണ് ഇവിടെ കാണേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? എത്ര രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കേണ്ടത്? 2000 രൂപയ്ക്ക് നമ്മൾ സാധനം വാങ്ങിച്ചു. എത്ര രൂപയ്ക്ക് നമുക്ക് കുറവ് കിട്ടിയത്? 300 രൂപ നമുക്ക് കുറവ് കിട്ടി. അത് ഇനി എത്ര 100ക്ക് എത്ര നമ്മൾ കാണുന്നത്. അപ്പോ 100ക്ക് എത്ര എന്ന് പറയുമ്പോൾ ഒരു 100 കൊണ്ടാണ് ഇൻഡു ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാം? ഈ പൂജ്യത്തിനെയും കളഞ്ഞു, അടുത്തൊരു പൂജ്യത്തിനെയും കളഞ്ഞു. ഇനി ബാക്കി ആരുള്ളത്? ബാക്കിയുള്ളത് 3/20 ഇൻറ്റു 100 എന്നുണ്ട് അല്ലേ. ഈ 3/20 നമുക്ക് ചെയ്യണ്ട, കാരണം നമുക്ക് ഇവിടെയുണ്ട് പൂജ്യങ്ങൾ. ഈ പൂജ്യത്തിനെയും വെട്ടിക്കളഞ്ഞു. ഇനി 10/2 പറഞ്ഞാൽ ഈ 5 10 അല്ലേ. അപ്പൊ ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ 5 ആയി. അപ്പൊ 3 ഇൻറ്റു 5 15 എന്നായി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ 15% ഈ കടയിലുള്ള ഓഫർ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? അപ്പൊ നമുക്ക് ചേട്ടനോട് പറയണം, ചേട്ടാ ഈ കണക്കൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആണ്, ഇവിടെ നിങ്ങളെ കടയിലേ 15% അല്ലേ നിങ്ങൾ ഓഫർ കൊടുക്കണേ, അങ്ങനെ പറഞ്ഞുകൂടെ നമുക്ക്? അപ്പോഴാണ് നിങ്ങളുടെ അമ്മയ്ക്ക് എന്തുണ്ട്, സാരി വാങ്ങിക്കാൻ പോണം. അപ്പൊ നിങ്ങൾ നേരെ തൊട്ടടുത്ത കടയ്ക്ക് സാരി വാങ്ങിക്കാൻ പോയേ. സാരി വാങ്ങിക്കുമ്പോ അമ്മ 750 രൂപയുടെ സാരിയാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോ അമ്മ 750 രൂപ അല്ലേ കൊടുക്ക്, 750 രൂപ കൊടുത്തു. അപ്പണ്ട് അവിടുത്തെ കടക്കാരൻ നിങ്ങൾക്ക് 150 രൂപ തിരിച്ചു തരുന്നു. അപ്പൊ ചോദിച്ചു ഇതെന്താ ഇവിടെ ചോദിച്ചു. അപ്പൊ കടക്കാരൻ പറഞ്ഞു ഇവിടെ കുറച്ച് ഡിസ്കൗണ്ട് നടക്കുന്നുണ്ടേ. ആ ഡിസ്കൗണ്ട് എത്ര നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മളവിടെ കളി നമുക്കറിയാലോ, കാരണം നമുക്ക് 100 രൂപയ്ക്ക് എത്രയെന്ന് അറിയണ്ടേ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആകെ 750 ആയി. ഇന്നലെ കണക്കൂട്ടോ, 750 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, പക്ഷെ നമുക്ക് 150 നമുക്ക് കുറവ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 100ന് എത്രയായിരിക്കും? ഇതങ്ങൾ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 0 കളഞ്ഞു. ഇനി 15/75 ഒന്നില്ലെങ്കിൽ നമുക്ക് നേരെ വേണം ചെയ്യാം, പക്ഷെ എന്താ പറയാ വെട്ടിക്കളയാതെ തന്നെ ചെയ്യാം.
അപ്പൊ നിങ്ങൾക്ക് അത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ 15/75 ഇൻറ്റു 100 അല്ലേ. അപ്പൊ 15 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 3 ഇൻറ്റു 5 എന്ന് എഴുതിക്കൂടെ? 75 ആണെങ്കിൽ എന്ത് 75 നിന്ന് 5 കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പോ 5 25 കിട്ടി. അപ്പോ 15 കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ ആക്കി എഴുതാന്നറിയോ? നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ പുറത്തേക്ക് എഴുതാം കേട്ടോ. ഞാൻ ഇവിടെ ഇതിനെ ഇവിടെ എഴുതാം കേട്ടോ. 15 നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? 3 ഇൻറ്റു 5 എന്ന് എഴുതാം. 75 നമുക്ക് എങ്ങനെ കിട്ടിയത്? അപ്പോ 5 ഇൻറ്റു 15 എന്ന് എഴുതാം. ഇനി ഇൻറ്റു 100 ഇവിടെ ഉണ്ട് കേട്ടോ, ആ മാർക്കല്ലേ. അപ്പൊ നമുക്ക് ഈ 5നെയും വെട്ടി കളഞ്ഞൂടെ? ഇനി ബാക്കി ആരുള്ളത്? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്, ഇവിടെ 100 ഉണ്ട് അല്ലേ. ഇനി 3നെയും 15നെയും നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമല്ലോ? കളയാൻ പറ്റുമല്ലോ. കാരണം 3 ഇൻറ്റു 5 അല്ലേ 15. അപ്പോ അറിയാത്തവർക്ക് പറയാ, ഇവിടെ 3നെ 3 ഇൻറ്റു 1 എന്ന് എഴുതി. 15നെ എങ്ങനെ എഴുതി? 3 ഇൻറ്റു 5 എന്ന് എഴുതി. ഇൻറ്റു 100 ഉണ്ട് കേട്ടോ, മാർക്കല്ലേ. അപ്പൊ 3 കളഞ്ഞു. ഇനി അപ്പൊ 1/5 ആയി. ഇനി 5 100 കൊണ്ട് ഹരിക്കാം. ഈസിയാ അല്ലേ? എങ്ങനെ നോക്കാം? 10 നോക്കി, ഇവിടെ 10ല് 5 2 തവണ. അപ്പൊ ഇവിടെ 2 എഴുതി. ഇനി 0 കേട്ടി എഴുതി. അപ്പൊ ഇവിടെ എത്രയാണ്? 20 എന്ന് കിട്ടി. നമുക്ക് എത്ര കിട്ടി? 20 എന്ന് കിട്ടി. അപ്പോ ഈ കടയിലുള്ള ഓഫർ എത്രയാണ്? അപ്പൊ ഈ കടയില് 20% ആണ് ഇവിടെ വിലക്കിഴിവ്. അപ്പൊ നമുക്ക് അമ്മയ്ക്ക് സാരി വാങ്ങിച്ചപ്പോ എത്ര രൂപ വിലക്കിഴിവ് കിട്ടി? 20% വിലക്കിഴിവ് കിട്ടി. മനസ്സിലായോ? എന്നാകാം അടുത്ത ചോദ്യം പിടിച്ചോ. 400 നിങ്ങൾക്ക് കുറെ ബുക്ക് വേണം കേട്ടോ. അപ്പോ ഒരു കടയിൽ നല്ല ബുക്കിന് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞതാണ്, എടാ ആ ബുക്ക് കടയിലല്ലേ, ആ ബുക്ക് സ്റ്റോളില് ബുക്കുകൾക്കൊക്കെ നല്ല വില കുറവുണ്ട് കേട്ടോ, നീ അത് പോയി വാങ്ങിച്ചു നോക്കുന്നു പറഞ്ഞു. അത് നമ്മള് പെട്ടിങ്ങടക്കൊക്കെ എടുത്തിട്ട് എന്താണ് നമ്മള് ബുക്ക് വാങ്ങിക്കാൻ പോവാണ്. അപ്പോ കുറേ ബുക്ക് വാങ്ങിച്ചു. 450 രൂപയ്ക്ക് ബുക്ക് വാങ്ങിച്ച്. അപ്പോ 450 രൂപ കടക്കാരന് കൊടുത്തു. നമുക്ക് കടക്കാരൻ തന്നത് 54 രൂപ ബാക്കി തന്നു. അപ്പോൾ 54 രൂപ നമുക്ക് കിഴിച്ചു കിട്ടില്ലേ, 450 രൂപക്ക് വാങ്ങിയത്. അപ്പോ എത്ര ശതമാനമാണ് ഇവിടെ വിലക്കുറവ് നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം? നമ്മള് 450 രൂപയ്ക്കാണ് വാങ്ങിച്ചത്, 54 രൂപ കുറവ്. അപ്പൊ 100 രൂപയ്ക്ക് ഇത്ര നമുക്ക് അറിയണം. എന്ത് സിമ്പിളാല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഇതങ്ങ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? അപ്പൊ നമുക്ക് 54/450 ഇൻറ്റു 100 ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും? ഈ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോ ഇവിടെ 54 എന്ന് പറഞ്ഞാൽ 54 450 100 ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇത് ഒന്നുകൂടി 2 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഹരണം എളുപ്പമാക്കാൻ വേണ്ടിട്ട് പറഞ്ഞ കേട്ടോ. അതായത് ഇത് രണ്ടും 9ന്റെ ഗുണിതങ്ങളാണ്. അതെങ്ങനെ മനസ്സിലായി 9ന്റെ ഗുണിതങ്ങളാണെന്ന്? ഇവിടെ നോക്കാം, 54 ഈ 5നെയും 4നെയും കൂട്ടി നോക്കുമ്പോ എന്ത് വരും? 9 വരും. അത് 9ന്റെ ഗുണിതല്ലേ. ഇവിടെ 4 5 അല്ലേ, 4 5 9 അല്ലേ. അപ്പൊ 2ൽ 9 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി, നമുക്ക് തന്ന നമ്പേഴ്സ് തമ്മിൽ ഇങ്ങനെ ഈ നമ്പേഴ്സ് തമ്മിൽ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോ 9ന്റെ ഗുണിതങ്ങളാണെങ്കിൽ അത് 9 കൊണ്ട് ഗുണിക്കാൻ പറ്റും നമുക്ക് അറിയാം, 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന അറിയാം. അപ്പോ നമുക്ക് അപ്പൊ 54 നമുക്ക് എങ്ങനെ എഴുതാം? 9 ഇൻറ്റു 6 എഴുതിക്കൂടെ? 9 6 54 അല്ലേ. ഇനി 450നെ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാന്ന് ചോദിച്ചാല് 45ല് എത്ര 9 ആണ്? 9 5 45 അല്ലേ. അപ്പൊ 5 പിന്നെ ഒരു 0 ബാക്കിയുണ്ട് അല്ലേ. അപ്പൊ 50 ഇൻറ്റു 9 ആണ് 450. അപ്പൊ ഇയാളുടെ മേലെ എഴുതരാം, കുറച്ച് മുകളിലേക്ക് ഇവിടെ എഴുതാം. സോറി കേട്ടോ, ഇവിടെ എഴുതാം. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് 54 ബൈ ഇവിടെ എഴുതണം കേട്ടോ. നമുക്ക് അറിയേണ്ടത് 54/450 ഇൻറ്റു 100 ആണ്. അപ്പൊ 54 ഞാൻ എങ്ങനെ എഴുതി അറിയോ? 9 ഇൻറ്റു 6 എന്ന് എഴുതി. 45 പറഞ്ഞാല് 5 9 5 45. ഈ 45ന് മാത്രം എടുക്കുക, അത് 9 ഇൻറ്റു 5 ആണ്. ഇനി ഇത് ഇവിടെ ഒരു 0 ഉണ്ട്, അപ്പൊ ഇവിടെ ചേർക്കുമ്പോ 9 ഇൻറ്റു 50 എന്ന് വന്നു. ഇൻറ്റു 100 ഉണ്ട്. ഇനി എന്ത് ചെയ്യാ? ഈ 9നെയും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ എന്ത് വന്നു? 6/50 ഇൻറ്റു 100 എന്ന് വന്നു. ഈ 6/50 നമുക്ക് വീണ്ടും എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഹരണം, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. അതായത് 2 നമുക്ക് എങ്ങനെ എഴുതാം? 6നെ നമുക്ക്
2 × 3 എന്ന് എഴുതാം. 50 നമുക്ക് 2 × 25 എന്ന് എഴുതാം. ഇവിടെ 100 ഉണ്ട്. ഈ രണ്ടും രണ്ടും കളഞ്ഞേ. അപ്പോ ഇനി നോക്ക് 3-നെ 25 നമുക്ക് പറ്റില്ല. പക്ഷെ 25-നെയും 100-നെയും പറ്റും. നമ്മുടെ 25-ന്റെ നമുക്ക് അറിയാം. 25 4 തവണ കൂട്ടുമ്പോഴാണ് 100 വരിക. 25 50, പിന്നെ 25 പിന്നെ 25 100. അപ്പൊ 4 25 കൂട്ടുമ്പോഴാണ് എന്ത് വരിക? നമുക്ക് 100 വരിക. അപ്പോ ഇങ്ങനെ ഇപ്പൊ 3/25 ഉണ്ട്. 100 നമുക്ക് എങ്ങനെ എഴുതാം? 25 × 4 എന്ന് എഴുതാം. ഈ 25 കട്ട് ചെയ്തു. ഇനി ബാക്കി ആരാ? 3 4 ഉണ്ട്. 3 × 4 പറഞ്ഞ 12 അല്ലേ? അപ്പൊ ആ കടയില് എത്ര ശതമാനം വിലക്കുറവായിരുന്നു? അവിടെ 12% ആയിരുന്നു അവിടുത്തെ വിലക്കുറവ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പൊ നോക്കട്ടോ. 25,000 രൂപ നിക്ഷേപത്തിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2,000 രൂപ പലിശ കിട്ടി. എത്ര ശതമാനമാണ് പലിശ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ ആദ്യം നമുക്ക് നിക്ഷേപിച്ച തുക, അവിടെ ആ കടയിൽ അയാൾ നിക്ഷേപിച്ച തുക കാണാം. അപ്പോ നിക്ഷേപിച്ച തുക എത്രയാണ് തന്നിരിക്കുന്നത്? 25,000 ആണ് അല്ലേ? 25 പിന്നെ 3 0. ഇനി അവിടുത്തെ പലിശ, അതായത് പലിശയാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നോക്ക്, ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്ക്. ഇതാ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ 2,000 രൂപ പലിശ തുകയാണ് കിട്ടിയത്. പലിശ തുകയാണ്, പക്ഷെ പലിശ നിരക്കാണ് നമ്മൾ കാണേണ്ടത് കേട്ടോ. പലിശ നിരക്കാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ പലിശ തുക 2,000 കിട്ടി. നമുക്ക് കാണേണ്ടത് എന്താണ്? പലിശ നിരക്ക്. പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം പറയാ? ഈ ശതമാനത്തിൽ പറയണത് കേട്ടോ. അതാണ് പലിശ നിരക്ക്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അയാള് 25,000 രൂപ നിക്ഷേപിച്ചു. അയാൾക്ക് 2,000 രൂപ അയാൾക്ക് എന്ത് കിട്ടി? കുറവ് കിട്ടി അല്ലേ? അതായത് തുക പലിശ എക്സ്ട്രാ കിട്ടി. അപ്പോ അത് 100ക്കാണ് ചെയ്യാൻ. നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. ഈ 0 ഈ 0 കളഞ്ഞു, ഈ 0 ഈ 0 കളഞ്ഞു. അപ്പൊ ബാക്കി മുകളിൽ എന്തായി? 20 താഴെ എന്തായി? 250. ഇല്ല, മുകളിലത്തെ 3 0. അപ്പൊ 2/25 സോറി, നമുക്ക് ഇവിടുത്തെ 3 0 കളഞ്ഞു, ഇവിടുത്തെ 3 0 കളഞ്ഞു. അപ്പൊ നമുക്ക് എന്തായി? 2/25 × 100 എന്നായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ 25-നെയും 100-നെയും നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. 25, അപ്പോ ഈ 100 നമുക്ക് എങ്ങനെ എഴുതാം? 100 നമുക്ക് മാറ്റിയിട്ട് 25 × 4 എന്ന് എഴുതാം. 25 × 4 ആണ് 100. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഈ 25-ഉം ഈ 25-ഉം ആണ് കട്ട് ചെയ്ത് പോയി. അപ്പൊ ബാക്കി ഇവിടെ 2 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. 2 × 4 എന്ന് പറഞ്ഞാൽ എത്രയായി? 8 ആയില്ലേ? അപ്പൊ ഇവിടെ പലിശ നിരക്ക് എത്രയാണ്? 8%. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം, 480 രൂപയ്ക്ക് പുസ്തകം വാങ്ങിയപ്പോൾ വില 72 രൂപ കുറച്ച് കിട്ടി. ആ കടയിൽ പുസ്തകങ്ങൾക്ക് എത്ര ശതമാനമാണ് വിലക്കുറവ്? അപ്പോ നമുക്ക് നോക്കാം. 480 രൂപയ്ക്കാണ് പുസ്തകം വാങ്ങിയത്, 72 രൂപയാണ് കുറച്ച് കിട്ടിയത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ പുസ്തകത്തിന്റെ വില ആദ്യം എഴുതാം. പുസ്തകത്തിന്റെ എഴുതിയല്ലേ? പുസ്തകത്തിന്റെ നോക്കട്ടെ. പുസ്തകത്തിന്റെ വില എത്രയാണ്? പുസ്തകത്തിന് വില ഏത്? 480 രൂപ. ഇനി നമുക്ക് വില കുറവ് കിട്ടിയത് എത്രയാണ്? വില കുറവ് കിട്ടിയത് 72 രൂപ. നമുക്ക് എന്താണ് കാണേണ്ടത്? നമുക്ക് എത്ര ശതമാനമാണ് വിലക്കുറവ്? അപ്പോ എഴുതാം. വിലക്കുറവ് ശതമാനം. ഓക്കെ, അപ്പൊ ആലോചിക്കാട്ടോ. നമ്മൾ അങ്ങോട്ട് നമുക്ക് ചെലവായത് അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച് നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത സംഖ്യ എത്രയാണ്? 480 ആണ്. അതൊന്ന് 72 നമുക്ക് എന്താണ്? ഡിസ്കൗണ്ട് ആണ്.
അപ്പോ അതിന് 100ക്ക് എത്ര കാണണം നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതാണ് മടിച്ചു വെക്കുക. അപ്പൊ അത് എപ്പോഴും നമ്മള് ഇപ്പൊ പലിശയാണെങ്കിൽ നമുക്ക് ആകെ നമ്മൾ നിക്ഷേപിച്ച തുക താഴെ എഴുതുക, മുകളിൽ നമുക്ക് എത്രയാണ് പലിശ തുക കിട്ടിയത്, അതായത് നമുക്ക് എത്രയാണ് പലിശയായിട്ട് നമുക്ക് ഇങ്ങോട്ട് തന്നത്, അത് × 100. ഇനി നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ നമ്മൾ എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചത്, സാരിയോ ബുക്കോ പെന്നോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ എത്ര രൂപയ്ക്ക് സാധനം വാങ്ങിച്ചത് താഴെ എഴുതുക, എത്ര രൂപ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി, വിലക്കിഴിവ് കിട്ടിയത് അത് മുകളിൽ എഴുതുക, × 100 എഴുതാം. ഇത്രയേ ഇവിടെ കാര്യമുള്ളൂ. ഇനി നമുക്ക് ഇതിനൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന് ചെയ്യുമ്പോൾ 72ഉം 480 ഇവർ രണ്ടുപേരും 2ന്റെ ഗുണിതങ്ങളാണ് അല്ലേ, അല്ലോ. അപ്പോ 72 നമുക്ക് എങ്ങനെ എഴുതാം, 2 × 36. അറിയാത്തവർ എന്ത് ചെയ്യാം, 72 × 2 ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. അപ്പോ 2 × 36 എഴുതാം. ഇനി താഴെ 480, 4ന്റെ പകുതി 2 ഇൻറ്റുവിനെ ചെയ്താം, 4ന്റെ പകുതി 2, 8ന്റെ പകുതി 4, 240 കിട്ടി. ഓക്കെ. ഇനി × 100 ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ രണ്ടും വെട്ടിക്കളഞ്ഞു. ഇനി ബാക്കി അപ്പൊ ആരാ ഉണ്ടാവുക, 36/240 × 100 ഉണ്ടാവുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 0 കൂടി ഇവിടുന്ന് കളയാം, അതായത് ഈ 0 കളയാം. അപ്പൊ 36/24 വന്നു. ഇനി 36 വീണ്ടും നമുക്ക് 2 കൊണ്ട് 2ന്റെ ഗുണം 2 ഇരട്ട സംഖ്യകളാണ്. 36 നമുക്ക് എങ്ങനെ എഴുതാം, 2 × 18 എന്ന് എഴുതാം. 24 എങ്ങനെ എഴുതാം, 2 × 12 എന്ന് എഴുതാം. ഒരു 10 ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 2നും വീണ്ടും വെട്ടിക്കളഞ്ഞു. അപ്പൊ എന്ത് വന്നു, ഇപ്പൊ നമുക്ക് 18/12 വന്നു അല്ലേ. അപ്പോ 18/12 × 10 എന്ന് വന്നു. ഇനി 18ഉം 12ഉം വീണ്ടും നമുക്ക് 2 കൊണ്ട്, ഏറ്റവും സിമ്പിൾ മെത്തേഡാ പറഞ്ഞത് കേട്ടോ, കാരണം അത്രയും നമുക്ക് ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് ഹരണം ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. 18 നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇരട്ട സംഖ്യകളായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പാടുന്നത്. 18 നമുക്ക് 2 × 9 എന്ന് എഴുതാം. 12 നമുക്ക് 2 × 6 എന്ന് എഴുതാം. × 10 ഇവിടെ ഇരിക്കണ്ടേ, ഈ രണ്ടും കെട്ടിക്കളഞ്ഞു. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്, ഇപ്പൊ നമ്മുടെ കയ്യിൽ അതൊന്ന് വായിക്കണ്ടേ. ഇപ്പൊ നമ്മുടെ കയ്യില് 9/6 × 10 ആണ്. 9നെ 6 വീണ്ടും വെട്ടിക്കൂടെ, വീണ്ടും നമുക്ക് ചെറുതാക്കാം. 9 നമുക്ക് എങ്ങനെ എഴുതാം, 3 × 3 എന്ന് എഴുതാം. 6 നമുക്ക് 2 × 3 എഴുതാം. × 10 ആണ്. അപ്പൊ ഈ 3ഉം കളഞ്ഞു. അപ്പൊ 3/2. അപ്പൊ ഇനിയിപ്പോ ബാക്കി എന്താ വന്നത്, ഇത് ഹരണം അത്രയും എന്താണ് ടഫായി തോന്നുന്നവർക്കുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് കേട്ടോ. ചെറുതാക്കി നമ്മുടെ കൈപ്പിടിയിലാക്കാം. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്ത് വന്നു, ഇപ്പൊ ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3/2 × 10 ആണ്. ഇനി 3നും 2നും കട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ 10നും 2നും കട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം 25 10 അല്ലേ. 10 നമുക്ക് എങ്ങനെ എഴുതാം, 5 × 2 എഴുതാം. അപ്പൊ ഈ രണ്ടും പോയി. അപ്പൊ ബാക്കി ഇവിടെ 5 ഉണ്ട്, 3 ഉണ്ട്. 5 × 3 5 15. അപ്പൊ ലാസ്റ്റ് എന്ത് വന്നു, 15%. അപ്പോ വിലക്കുറവ് ശതമാനം എഴുതിയിട്ട് ഇവിടെ എന്ത് എഴുതണം, വിലക്കുറവ് ശതമാനം 15%. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമുക്കിനി അതിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലെ. മൂന്നാമത്തെ ചോദ്യം നോക്ക്. ഒരു കമ്പനി കഴിഞ്ഞ വർഷം നിർമ്മിച്ച മൊബൈൽ ഫോണുകൾക്കെല്ലാം ഒരു നിശ്ചിത ശതമാനം വില കുറച്ചാണ് ഈ വർഷം വിൽക്കുന്നത്. അതായത് കമ്പനി കഴിഞ്ഞ വർഷം ഇറക്കിയ ഫോണാണ്. ഇപ്പൊ ഫോൺ ഇറങ്ങിയ സമയത്ത് നല്ല വിലയായിരിക്കും അല്ലെ. കുറച്ച് കഴിഞ്ഞ് അതിന്റെ ഡിമാൻഡൊക്കെ പോകും. അപ്പൊ എന്ത് ചെയ്യും, അത് ചെലവാകാൻ വേണ്ടിയിട്ട് ഈ കമ്പനിക്കാർ എന്ത് ചെയ്യും, അത് കുറച്ചൊക്കെ ഓഫറിൽ വിലക്കുറവിലൊക്കെ കൊടുക്കാൻ തുടങ്ങും. അങ്ങനെയല്ലേ ഉണ്ടാവല്ലേ. അപ്പൊ കഴിഞ്ഞ വർഷം ഈ മൊബൈൽ വിറ്റത് 45,000 രൂപയ്ക്കാണ്. ഭയങ്കര ഫോണായിരിക്കും അല്ലേ, 45,000 രൂപയുടെ ഫോണാണ്. പക്ഷെ ഈ വർഷം അതിന് എത്ര ആയിട്ടുള്ളൂ, 37,800 കുറഞ്ഞു. എത്ര ശതമാനമാണ് വില കുറച്ചത്, ഇതാണ് നമുക്ക് കാണേണ്ടത്. ചോദ്യം കാണുമ്പോൾ വലിയതായിട്ട് തോന്നും, പക്ഷേ ആള് സിമ്പിളാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം കഴിഞ്ഞ വർഷത്തെ വില നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം കഴിഞ്ഞ വർഷത്തെ വില എത്രയും കഴിഞ്ഞ വർഷം വില ഉണ്ടായിരുന്നു, 45,000 രൂപ അല്ലേ പറഞ്ഞത് നമ്മള്. അപ്പൊ 45 പിന്നെ 3 പൂജ്യം എടുക്കാം. ഇനി ഈ വർഷത്തെ വില ഇപ്പോൾ ഈ വർഷത്തെ വില ഇപ്പോൾ എഴുതാം. ഇപ്പോൾ ഇപ്പോൾ വില എന്ന് കൊടുത്താലും മതിയല്ലേ, മൊബൈലിന്റെ വില എന്ത് കണക്കോട്ടെ. ഇപ്പോൾ വില എത്രയാണ്, 37,800 ആണ്. അപ്പോ
ഇങ്ങനെ തന്നാല് ഇത് എന്താണ്, കഴിഞ്ഞ വർഷം 45,000 ആയിരുന്നു, ഇപ്രാവശ്യം 37,800 അപ്പൊ ഇവിടെ എത്ര കുറഞ്ഞു നമുക്ക് തന്നിട്ടില്ല. ഇതുവരെ ക്വസ്റ്റ്യൻ നമുക്ക് അത് തന്നിരുന്നു. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് കാണേണ്ടത്, എത്രയാണ് വില കുറഞ്ഞത് എന്ന് അറിയണം. അപ്പൊ വില കുറവ് എത്രയെന്ന് അറിയണം. അപ്പൊ ശരിക്കും 45,000 രൂപ ആയിരുന്നു, അതിന് കുറഞ്ഞിട്ട് എന്തായി, 37,800 ആയി. അപ്പൊ കുറഞ്ഞത് എന്ത് ചെയ്യാ, ഇതാണ് കുറയ്ക്കുക. അപ്പൊ 0 പോകുമ്പോ 0, 0 ഇട്ട് പോവോ, ഇല്ല. ഒന്ന് ഇങ്ങോട്ട് കടം വാങ്ങിച്ചു, അപ്പൊ 5 4 ഇവിടെ 1 കൊടുത്തപ്പോൾ 10 10 8 പോകുമ്പോ 2 4 7 പോവോ, ഇല്ല. ഇവിടെ 1 കൂടെ കൊടുത്തു, ഇവിടെ 14 ഇവിടെ 3 14 7 പോകുമ്പോ 7 7 14, അപ്പൊ ഇവിടെ 7 പിന്നെ 3 പോകും. അപ്പൊ 7,200 രൂപയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വിലക്കുറവുള്ളത്. ഓക്കെ, അപ്പൊ 7,200 രൂപയാണ് ഇവിടെ വിലക്കുറവ്. അപ്പൊ ഞാൻ ഇവിടുത്തെ എഴുതാണേ, വിലക്കുറവിന്റെ അവിടെ 7,200 രൂപ. ഇനി നമുക്ക് എന്തില്ല, ഇതിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് എന്താണ്, നമുക്കിത് എത്ര ശതമാനമാണ് വിലക്കുറവ് നോക്കണം. അപ്പോ വിലക്കുറവ് ശതമാനം എത്ര നോക്കണം. നമുക്ക് ശരിക്കും എത്രയായിരുന്നു, അതിന് 45,000 രൂപയായിരുന്നു. എത്രയാണ് വിലക്കുറവ്, 7,200 ഇപ്പൊ ഇത് നമുക്ക് ഈ 37,800 എന്താണ് തന്നത്, ഈ 7,200 എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നത്. ഇനി എന്ത് ചെയ്യാം, ഇൻറ്റു 100 കൂടി ചെയ്യണം. ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ 2 0 പോയി, ഈ 2 0 പോയി. ഇനി വേണം നമുക്ക് ഈ ഒരു 0 കളയാം. അപ്പൊ ഒന്നുകൂടി സിമ്പിൾ ആവും. അപ്പൊ ബാക്കി എന്താ വന്നത്, 72 ഉണ്ട്, 45 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. ഇതാണ് ബാക്കി ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോ ഇനി നോക്ക്, 72 45 രണ്ടും 9ന്റെ ഗുണിതങ്ങളാണ് അല്ലേ. 9 × 8 72, 9 × 5 45, അങ്ങനെയല്ലേ വരിക. അപ്പോ 72 നമുക്ക് എങ്ങനെ എഴുതാം, 9 × 8. 45 എങ്ങനെ എഴുതാം, 9 × 5 × 10 ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 9 വെട്ടിപ്പോയി. ഇനി 8/5, ഈ 5നെയും 10നെയും നമുക്ക് കളഞ്ഞൂടെ. 10 നമുക്ക് എങ്ങനെ എഴുതാം, 10 നമുക്ക് വെട്ടിയിട്ട് 2 × 5 എന്ന് എഴുതാം. അപ്പോ ഈ 5ഉം ഈ 5ഉം പോയി. ബാക്കി ആരുള്ളത്, 8ഉം 2ഉം മാത്രമല്ലേ. അപ്പോ 8 × 2 എന്ത് വന്നു, 16. 8 × 2 16 അല്ലേ. അപ്പൊ വിലക്കുറവ് ശതമാനം എത്രയാണ്, 16% അവിടെ വില കുറഞ്ഞത്. മനസ്സിലായോ. അപ്പോ ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ എന്തായി, കംപ്ലീറ്റ് ആയി, ഫിനിഷ് ആയി. അപ്പൊ ഇനി അടുത്ത ചാപ്റ്റർ മാറാത്ത ബന്ധങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.